ഒരു വ്യക്തമായ രൂപം ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പങ്കാളിത്തം ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ആദരണീയരായ നേതാക്കളെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികൾ, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ പങ്ക് നിർവഹിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായ നവോത്ഥാന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇതര സമൂഹങ്ങൾക്കിടയിലുണ്ടായ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് പോലും ഊർജം പകർന്നത് സനാഉല്ല മക്തി തങ്ങളെപ്പോലെ, ഷേഖ് ഹമദാനി തങ്ങളെപ്പോലെ, വക്കം മൗലവിയെപ്പോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നടന്ന പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളായിരുന്നു എന്ന് ചരിത്രം വായിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. കേരളത്തിലെ മുസ്ലിങ്ങളെ ഇന്ത്യ രാജ്യത്തിലെ ഇതര മുസ്ലിങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് ഈ പ്രസ്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങളായിരുന്നു. ഒറ്റപ്പെട്ട നിലയിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾക്ക് മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ പിന്നീട് സംഘടിത രൂപം കൈവരികയും കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പണ്ഡിതന്മാരെയും നേതാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഐക്യസംഘം വാർഷിക സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തതോടുകൂടിയാണ് കേരളീയ മുസ്ലിം സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മാറ്റങ്ങളൊന്നും തന്നെ യാദൃശ്ചികമായി സ്വാഭാവികമായി സംഭവിച്ചതായിരുന്നില്ല. മറിച്ച് അന്നിവിടെ ജീവിച്ചിരുന്ന
തലയെടുപ്പുള്ള പണ്ഡിതന്മാരെന്ന് സമൂഹത്തിൽപ്പെട്ട പല ആളുകളും വിശ്വസിച്ചിരുന്ന ഒരുപാട് ആളുകളുടെ അതിശക്തമായ എതിർപ്പുകളെയും ആ പണ്ഡിതന്മാരുടെ എതിർപ്പ് കാരണം സമൂഹത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ബഹിഷ്കരണങ്ങളെയും ഒക്കെ എതിർത്ത് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു നവോത്ഥാനം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചത്. അത്തരമൊരു സംരംഭമില്ലാത്തതിന്റെ ദുരന്ത ഫലമാണ് ഇന്ത്യ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. നമുക്കൊക്കെ സുപരിചിതനായിരുന്ന കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവി സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടതായാലും പിന്നീട് സംഘടിത രൂപം കൈവന്നതിന് ശേഷമുള്ളതായാലും നടത്തിയ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തൊരു മാറ്റമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായത് എന്ന് ചോദിക്കുന്നവർ കേരളത്തിന്റെ അതിർത്തി കടന്ന് അതിനപ്പുറത്തേക്കൊന്ന് പോയി നോക്കുക ഇന്ത്യ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിൽ എന്നാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. എന്താണ് അവിടെയുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ? വിദ്യാഭ്യാസപരമായി, അത് മതരംഗത്തായാലും ഭൗതിക രംഗത്തായാലും, രാഷ്ട്രീയപരമായി, സാംസ്കാരികമായി, സാമൂഹികമായി എങ്ങനെയാണ് ഈ ആളുകൾ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് എത്രയോ പുറകിലായി ജീവിക്കേണ്ട അവസ്ഥയുണ്ടായത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ നേട്ടം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ഞാൻ സാധാരണ പറയാറുണ്ട്, എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതിന് ഒരു ചെറിയ തിരുത്ത് ഇന്ന് നമുക്ക് പറയാമെന്ന്. മൗലവി പറഞ്ഞത് നിങ്ങൾ കേരളത്തിന്റെ അതിർത്തി കടന്ന് അപ്പുറത്തേക്കൊന്ന് പോയി നോക്കുക എന്നാണ്. എന്നാൽ ഇന്ന് കേരളത്തിന്റെ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടതില്ല. നമ്മുടെ നാടുകളിൽ ക്വാർട്ടേഴ്സുകളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന, സുബഹി നമസ്കാരത്തിന് ശേഷം നമ്മളുടെ അങ്ങാടികളിൽ ഏതെങ്കിലും ഒരു തൊഴിൽദാതാവ് തന്നെ വന്ന് വിളിച്ചു കൊണ്ടുപോകുമോ എന്ന് നാലുപാടും കണ്ണോടിച്ചുകൊണ്ട് കാത്തിരുന്ന് കഴിയുന്ന, ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും യു പിയിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മളുടെ നാടുകളിലേക്ക് തൊഴിൽ തേടി വന്നുകൊണ്ടിരിക്കുന്ന ഈ ആളുകളുടെ അവസ്ഥ പരിശോധിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഇത്തരമൊരു ദൈന്യത അവർക്കുണ്ടായത് എന്ന് തിരിച്ചറിയാൻ. അവർ വരുന്നത് ബാബറും അക്ബറും അതേപോലെ തന്നെ ഷാജഹാനും ചക്രവർത്തിമാർ, അതേപോലെ ഹൈദരാബാദ് നൈസാമിനെ പോലെ, പാഷമാരെ പോലെ, ഗോറിമാരെ പോലെ, ഗസ്നിമാരെ പോലെ, തുഗ്ലക്കുമാരെ പോലെ, നവാബുമാരും സുൽത്താൻമാരുമൊക്കെ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും ഭരണം നടത്തിയ പ്രദേശങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളാണ് ഈ പറഞ്ഞ രൂപത്തിൽ ഏതൊക്കെ മേഖലയിൽ ഒരു സമൂഹം പുരോഗമിക്കേണ്ടതുണ്ടോ ആ മുഴുവൻ മേഖലയിലും പിന്നാക്കാവസ്ഥയിലായി നമ്മുടെ നാടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ബാബർ ചക്രവർത്തി ഉണ്ടായിട്ടില്ല. ഈ കേരളം അക്ബറിന്റെയോ ഷാജഹാന്റെയോ ഭരണത്തിന് കീഴിലായിട്ടില്ല. ഇവിടെ നവാബുമാരോ പാഷമാരോ സുൽത്താൻമാരോ അധികാരമേറി ഈ ഇന്ത്യ രാജ്യത്തെ വിലക്കെടുക്കുവാൻ മാത്രം ഞങ്ങൾക്ക് കരുത്തുണ്ടെന്ന് അവകാശപ്പെട്ട ഏതെങ്കിലും ഭരണാധികാരികളുടെ കീഴിൽ നമ്മളാരും ജീവിച്ചിട്ടില്ല. എന്നിട്ടും ലോകത്തെ ഏറ്റവും ഉത്തമരായ ഉന്നതരായ മുസ്ലിം സമൂഹമായി കേരളത്തിലെ മുസ്ലിം സമൂഹം മാറി. ആ മാറ്റത്തിന് പിന്നിൽ ആരൊക്കെ എവിടെയൊക്കെ നിഷേധിക്കുവാൻ ശ്രമിച്ചാലും, ആരൊക്കെ എങ്ങനെയൊക്കെ മറച്ചുവെക്കുവാൻ ശ്രമിച്ചാലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ മാറിയത്? ഒരുപാട് ഘടകങ്ങളുണ്ട്. വിദ്യാഭ്യാസം അതിൽ ഏറ്റവും
വിശ്വസിക്കുകയും അത് പ്രചരിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയതിന്റെ ചരിത്രം നമുക്കറിയാം. ഞാനത് വിശദീകരിക്കുന്നില്ല. ആ വിദ്യാഭ്യാസ പ്രക്രിയയുടെ തുടർച്ചയുടെ ഭാഗമായി തന്നെയാണ് മഹല്ല് കമ്മിറ്റികൾ പോലും എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും നടത്തുന്ന വിദ്യാഭ്യാസപരമായ ഔന്നത്യത്തിലേക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ എത്തിച്ചത്. വെള്ളിയാഴ്ചയിൽ മാത്രം പള്ളിയിൽ പോവുകയും മറ്റുള്ള സമയങ്ങളിൽ ഭാര്യമാരും ഉമ്മമാരും നിസ്കരിച്ചാൽ മതി എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളുടെ മുമ്പിൽ ജോലിക്ക് വന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികളും. കഴിഞ്ഞ ദിവസം ഒരാളൊരു അനുഭവം പറഞ്ഞു. പള്ളിയുടെ അടുത്ത് നിന്നാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. പള്ളിയുടെ ജോലിയാണ്, ശരീരത്തില് വൃത്തികേടൊന്നും ആകുന്ന ജോലിയൊന്നുമല്ല. പള്ളിയിൽ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കാൻ ഇയാൾ വന്നില്ല. എന്നോട് പറഞ്ഞയാൾ അയാളോട് ചോദിച്ചത്രേ, എന്താ നിങ്ങൾ നിസ്കരിക്കാൻ വരാത്തത്? അയാൾ പറഞ്ഞത്, ഞങ്ങൾ വെള്ളിയാഴ്ചയെ നിസ്കരിക്കാറുള്ളൂ, മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ബീവി അവിടുന്ന് നിസ്കരിക്കാറുണ്ട് എന്ന്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ബീവി നിസ്കരിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. പഞ്ചാബിൽ ഒരു ഉറുദു കോഴ്സിന്റെ ഭാഗമായി കുറച്ചു ദിവസം പോവുകയുണ്ടായി. ഒരു റമളാനിൽ ആ റമളാൻ അടുത്തൊന്നും പള്ളിയില്ലാത്തത് കൊണ്ട് അവിടെ വെച്ച് തന്നെ ജമാഅത്തായി നിസ്കരിക്കാൻ ഒരു റൂം സജ്ജീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ റൂം അനുവദിച്ചു നൽകുകയും ചെയ്തു അധ്യാപകർ. ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ നിസ്കരിച്ചു. കൂടെ ഞങ്ങളുടെ ഒരു അധ്യാപകൻ നിസ്കരിക്കാൻ വന്നു. ളുഹർ നിസ്കാരത്തിന് ഇമാമ നിന്നത് മലയാളി തന്നെയായ മറ്റൊരു സുഹൃത്തായിരുന്നു. അസ്ർ നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോ ഈ അധ്യാപകൻ എന്നോട് പറഞ്ഞു, അസ്ർ നിസ്കാരത്തിന് നീ ഇമാമ നിൽക്കണം. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അവൻ പതുക്കെ ഓതിയത് കൊണ്ട് നിസ്കാരം റെഡിയായിട്ടില്ല, നീ ഉറക്ക ഓതണം എന്നാണ്. ഞാൻ പറഞ്ഞു, അസ്ർ നിസ്കാരത്തിൽ ഉറക്ക ഓതാറില്ലല്ലോ സർ. ഈ ചോദിച്ച മനുഷ്യൻ നാം തിരിച്ചറിയേണ്ടത് 10 കൊല്ലത്തോളം ഇന്ത്യ രാജ്യത്തെ അറിയപ്പെടുന്ന മുസ്ലിം സർവകലാശാലയായ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തിയ ആളാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിലേക്ക് ഒരിക്കലെങ്കിലും കടന്നു ചെന്ന ആളുകൾക്കറിയാം, ഒരുപാട് പള്ളികളുണ്ട് ആ ക്യാമ്പസിൽ. ആ ക്യാമ്പസിൽ പഠനം നടത്തിയ ഒരാൾക്ക് അസ്ർ നമസ്കാരത്തിൽ പതുക്കെയാണ് ഖുർആൻ ഓതാറുള്ളത് എന്ന തിരിച്ചറിവ് പോലുമില്ല. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ അത്തരം പ്രദേശങ്ങളിലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്തുകൊണ്ടാണ് കേരളത്തിൽ മതപരമായ ഈ ഒരു പുരോഗതി നേടിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞത്? അതിന്റെ തുടക്കം മദ്രസാ പ്രസ്ഥാനത്തിൽ നിന്നാണ്. മദ്രസാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കുടിലമായ തന്ത്രമുണ്ട്. എന്താണ്? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയും വിസ്മരിക്കുകയും അവരെ അവഗണിക്കുകയും ചെയ്യുവാൻ ഈ സമൂഹത്തെ പ്രേരിപ്പിക്കുക. അതിന്റെ ഭാഗമായാണ് ഒരു മുസ്ലിയാർ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ പങ്കെടുത്ത ഒരു യോഗത്തിൽ പോയി പ്രസംഗിച്ചത്, നിങ്ങൾ സീതി സാഹിബിനെയല്ല ഓർമ്മിക്കേണ്ടത് ബാഫക്കി തങ്ങളെയാണ് എന്ന്. നിങ്ങൾ സീതി സാഹിബിനെ ഓർമ്മിക്കാൻ പാടില്ല, നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ബാഫക്കി തങ്ങളെയാണ് എന്ന് മുസ്ലിം ലീഗിന്റെ ഒരു യോഗത്തിൽ പോയി പ്രസംഗിക്കുവാൻ ഒരു മുസ്ലിയാർ കാണിക്കുന്ന തൊലിക്കട്ടിക്ക് നമ്മൾ എന്ത് പേരാണ് ഇടുക? നമ്മൾ ആലോചിച്ചു നോക്കൂ. ഈ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ ഇ അഹമ്മദ് സാഹിബ് അന്തരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ചരിത്രം പത്രങ്ങളിൽ എഴുതി. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരു കോടതി മുറിയിൽ തന്റെ കീഴിൽ വക്കീലായി മാത്രം ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഇന്ത്യ രാജ്യത്തിന്റെ മാത്രമല്ല ഈ ലോകത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന യോഗങ്ങളിൽ വരെ ഇന്ത്യൻ മുസൽമാനാണെന്ന അഭിമാനത്തോടുകൂടി എടുത്തു പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് ഇ അഹമ്മദ് സാഹിബിനെ വളർത്തിക്കൊണ്ടുവന്നത് KM സീതി സാഹിബ് എന്ന വക്കീലായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. സീതി സാഹിബിന്റെ ചരിത്രമില്ലാതെ മുസ്ലിം ലീഗിന് ചരിത്രമുണ്ടോ?
ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെട്ടു. പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും വിഭജിക്കപ്പെട്ടു. ആ സമയത്ത് ഇന്ത്യയിൽ ഇനി മുസ്ലിം ലീഗിന്റെ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ, ഇവിടെ റാഫി സൂചിപ്പിച്ചതുപോലെ, മൗലാന അബുൽ കലാം ആസാദിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി ജീവിച്ച മുസ്ലിം നേതാക്കന്മാരും പണ്ഡിതന്മാരും അവരോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ജീവിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അന്നത്തെ നേതാക്കന്മാർ രംഗത്ത് വന്നു. ഖായിദെ മില്ലത്തിനെ പോലെ മുസ്ലിം ലീഗിന്റെ ആവശ്യം ഇന്ത്യയിലില്ലെന്ന് ലിയാഖത്ത് അലി ഖാൻ അങ്ങ് കറാച്ചിയിൽ നിന്ന് പ്രഖ്യാപിച്ചപ്പോ ഈ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗ് നിലനിൽക്കുമെന്ന് ഇങ്ങ് മദ്രാസിൽ നിന്നുകൊണ്ട് ഖായിദെ മില്ലത്ത് മറുപടി നൽകി. സ്വാഭാവികമായും ഒരു ചർച്ച അനിവാര്യമായി വന്നു. ഖായിദെ മില്ലത്ത് പാകിസ്ഥാനിലേക്ക് പോയി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ഇവിടെ ഇനി മുസ്ലിം ലീഗ് വേണോ വേണ്ടേ എന്ന സുപ്രധാനമായ ആ ചർച്ചയിൽ പങ്കെടുക്കുവാൻ ലിയാഖത്ത് അലി ഖാന്റെ മുന്നിൽ ഇന്ത്യയിൽ മുസ്ലിം ലീഗിന്റെ, ഇന്ത്യയിൽ നിൽക്കുന്ന മുസ്ലിങ്ങളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആരെയാണ് തന്റെയൊപ്പം കൊണ്ടുപോകേണ്ടത് എന്ന ചോദ്യത്തിന്റെ മുന്നിൽ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ മനസ്സിൽ മറ്റൊരു പേരുണ്ടായിരുന്നില്ല. KM സീതി സാഹിബ് എന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, പലരും ഇന്ന് വഹാബി എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ ദൈക്ഷണിക നേതാവായിരുന്ന KM സീതി സാഹിബ് അല്ലാതെ അദ്ദേഹമാണ് പോയതൊപ്പം. എന്നിട്ട് ഇപ്പൊ മുസ്ലിയാക്കന്മാര് പറയുന്നു ആ സീതി സാഹിബിന്റെ പേര് മുസ്ലിം ലീഗുകാർ ഓർമ്മിക്കാൻ പാടില്ല. തിരിച്ചടി കിട്ടി. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരിൽ നിന്ന് തിരിച്ചടി കിട്ടി. ചരിത്രം അറിയുന്ന ആളുകളിൽ നിന്ന് തിരിച്ചടി കിട്ടി. അപ്പൊ പിന്നെന്താ വഴി? അടുത്ത അടവ് പയറ്റാൻ തുടങ്ങി. ഇപ്പൊ പറയുന്നത് അതാണ്. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഞങ്ങളുടെ ആളായിരുന്നു. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി സുന്നിയായിരുന്നു. മുജാഹിദുകൾ തട്ടിയെടുത്തതാണ് ചാലിലകത്തിനെ എന്ന്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ശാസ്ത്രീയമായ രീതിയിൽ മതവിദ്യാഭ്യാസം നടത്തുവാൻ തുടക്കം കുറിച്ചു എന്നതാണ് ചാലിലകത്തിന്റെ ഏറ്റവും വലിയ അബദ്ധമായി ഈ ആളുകൾ അക്കാലത്ത് എടുത്തു പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് വാഴക്കാട് നിന്ന് ചാലിലകത്തിന് തിരൂരങ്ങാടിയിലേക്കും അതേപോലെ തന്നെ പുളിക്കലിലേക്കും പോകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ഭൂമിക മാറ്റേണ്ടി വന്നത്? ഇത്ര വലിയ ഒരു കാര്യം, ഇത്ര നല്ല ഒരു കാര്യം ചെയ്തതിന് സമൂഹം നൽകിയ അംഗീകാരമായിരുന്നോ? ആയിരുന്നില്ല. മറിച്ച് മതവിദ്യാഭ്യാസം നൽകുക എന്നത്, മദ്രസ വിദ്യാഭ്യാസം നൽകുക എന്നത് അത് പുത്തൻവാദമാണെന്നും ആ പുത്തൻവാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ പുത്തൻവാദത്തിന് തുടക്കം കുറിച്ച ചാലിലകത്തിന് വാഴക്കാടിന്റെ മണ്ണിൽ നിലനിൽക്കാൻ അനുവദിക്കരുത് എന്നുമുള്ള അവിടുത്തെ പണ്ഡിതന്മാരുടെയും ചില പ്രമാണിമാരുടെയും കുതന്ത്രങ്ങൾക്ക് വിധേയനായിക്കൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് പോരേണ്ടി വന്നത്. ഈ ചരിത്രം കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? എന്നിട്ട് ആ ചരിത്രത്തെ മറച്ചു വെച്ചുകൊണ്ട് ചാലിലകത്ത് സുന്നിയായിരുന്നു എന്ന്, ചാലിലകത്ത് ഞങ്ങൾ എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ അംഗീകരിച്ചിരുന്നയാളായിരുന്നു എന്ന് പറയുവാനുള്ള ആ ധാർഷ്ട്യത്തെ, ആ തൊലിക്കെട്ടിയെയും നമുക്ക് വിട്ടു വിളിക്കുവാൻ മറ്റൊരു പേര് കാണുകയില്ല. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ മുസ്ലിങ്ങൾ നേടിയെടുത്ത ഈ പുരോഗതിയുടെ അടിസ്ഥാനപരമായ കാരണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിച്ച പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും കൂട്ടായ്മയാണ് എന്നതാണ്. ആ കൂട്ടായ്മയോടൊപ്പമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ നിന്നത്. ആ കൂട്ടായ്മയോടൊപ്പമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ കൂട്ടായ്മയിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടയിൽ ഒരു ചെറിയ പിളർപ്പുണ്ടായപ്പോൾ ഈ ഐക്യത്തോടുകൂടി ഈ നവോത്ഥാന പ്രക്രിയയിൽ ഒന്നിച്ചു നിന്നവർ, കേരളത്തിലെ മുസ്ലിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ ഒന്നിച്ചു നിന്നവർ വ്യത്യസ്ത ചേരികളിലേക്ക് മാറിപ്പോയപ്പോൾ അതിൽ വേദനിച്ചവരും അതിൽ പ്രയാസം അനുഭവിച്ചവരും മുജാഹിദുകൾ മാത്രമായിരുന്നില്ല. മുജാഹിദുകളോട് ആദർശപരമായി അനുഭവം പ്രകടിപ്പിച്ചവർ മാത്രമായിരുന്നില്ല. മറിച്ച് ഈ പ്രസ്ഥാനത്തെ എതിർക്കുകയും ഈ പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുകയും ചെയ്ത ആളുകൾ പോലും അത്തരമൊരു ഭിന്നിപ്പിനെ വേദനയോടുകൂടി നോക്കിക്കണ്ടത്
ഈ പ്രസ്ഥാനത്തിന്റെ ഐക്യത്തോടെയുള്ള മുന്നോട്ടുള്ള പോക്ക് ഈ സമൂഹത്തിൽ അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു. കാരണം ഈ പ്രസ്ഥാനം വരുത്തിയ മാറ്റങ്ങൾ, ഈ പ്രസ്ഥാനം വരുത്തിയ പരിവർത്തനങ്ങൾ മുജാഹിദുകൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. മുജാഹിദുകൾക്ക് മാത്രം നേടിയെടുക്കുവാൻ കഴിയുന്ന, മുജാഹിദുകൾക്ക് മാത്രം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, മുജാഹിദുകൾക്ക് മാത്രം ഗുണം ലഭിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളായിരുന്നില്ല മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നടത്തിയത് എന്നതുകൊണ്ടാണ് അത്തരമൊരു വേദന ആളുകളുടെ മനസ്സിലുണ്ടായത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇരുവിഭാഗത്തിലും പെട്ട പണ്ഡിതന്മാരും നേതാക്കളും ഇരുന്നു കൊണ്ട് ആദർശപരവും സംഘടനാപരവുമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനത്തിലെത്തുകയും മുജാഹിദുകൾ യോജിപ്പോടുകൂടി മുന്നോട്ടേക്ക് പോകുവാൻ തീരുമാനിക്കുകയും ചെയ്തു. കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള മുസ്ലിം പണ്ഡിതന്മാർ, കേരളത്തിന് പുറത്തുള്ള നേതാക്കന്മാർ, ഇസ്ലാമുമായി മുസ്ലിങ്ങളുമായി ബന്ധമില്ലാത്ത ആളുകൾ പോലും ഈ കൂട്ടായ്മയെയും കൂടിച്ചേരലിനെയും വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. കാരണം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണത്. കാലഘട്ടത്തിന്റെ ആവശ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന്, അതല്ലെങ്കിൽ ആഗോളതലത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയെ പ്രതിരോധിക്കുക എന്നതല്ല. അത് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് അതിനേക്കാൾ അനിവാര്യമായത് അന്ധവിശ്വാസങ്ങളും ജീർണമായ വിശ്വാസങ്ങളും ഈ സമൂഹത്തിലേക്ക് പുതിയ രൂപത്തിലും ഭാവത്തിലും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോ ഖുർആനിൽ നിന്നൊരായത്ത് പോലും ഉദ്ധരിക്കുവാനില്ലാതിരുന്ന പൗരോഹിത്യം തലമുറകൾ മാറി വന്നപ്പോ വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തുകളും ഏതുവരെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന തൗഹീദിന്റെ ഏറ്റവും സുപ്രധാനമായ വചനം മുതൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തുന്ന അധ്യായം വരെ മനമ്പത്ത് ബീവിയോടും മമ്പറം തങ്ങളോടും മടവൂർ ശൈഖിനോടും അതേപോലെ പുത്തമ്പള്ളിയിലും ഭീമാപ്പള്ളിയിലും നാഗൂരിലും അജ്മീറിലും മുത്തുപ്പേട്ടയിലും അതേപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മരിച്ചു കിടക്കുന്ന മഹാന്മാരെന്ന് പറയപ്പെടുന്നവരോടും മഹാന്മാരോടും വിളിച്ചു തേടുവാനുള്ള ആയത്തുകളായി ഉദ്ധരിക്കപ്പെടുന്നിടത്താണ് നാം ഉള്ളത്. ഈ ജീർണതയെ ഒന്നിച്ചു നിന്ന് ഈ ജീർണതക്കെതിരെ, ഈ വിശ്വാസപരമായ വൈകല്യങ്ങൾക്കെതിരെ ഒന്നിച്ചു നിന്ന് പോരാടുക എന്നതാണ് കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു ഐക്യം നടക്കുന്നു എന്നറിഞ്ഞപ്പോ, അതിനുവേണ്ടിയുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നപ്പോ, ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നപ്പോ അതിനെതിരെ ഏറ്റവും ശക്തമായി ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ രംഗത്ത് വന്നത്. കാന്തപുരം വിഭാഗത്തിന്റെ പണ്ഡിതന്മാർ കോഴിക്കോട് നടത്തിയ സമ്മേളനത്തിൽ ഏറെ സമയം ചെലവഴിച്ചത് ഈ ഐക്യത്തെയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും വിമർശിക്കാനായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരമൊരു വിമർശനവുമായി ഈ ആളുകൾ രംഗത്ത് വന്നത്? നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങൾ, മതരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങൾ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എന്ന് പറഞ്ഞുകൊണ്ടൊരു മുടി കൊണ്ടുവന്നു വെച്ചു. ഈ കൊണ്ടുവന്നത് ഇപ്പോൾ അബുദാബിയിൽ നിന്ന് അഹമ്മദ് ഖസറജി എന്ന് പറഞ്ഞ ശൈഖ് കൊണ്ടുവന്നു കൊടുത്ത മുടിക്ക് മുമ്പും മർക്കസിൽ മുടിയുണ്ട്. പക്ഷേ അത് വേണ്ടത്ര ആളുകൾ ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം അത് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന മുടിയാണ് എന്നെല്ലാവർക്കും മനസ്സിലായി. അള്ളാഹുവിന്റെ റസൂൽ മുടി വെട്ടിക്കുവാൻ വേണ്ടി മാത്രം ബോംബെയിൽ വന്നിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഒരു ബോംബെക്കാരന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി ഇത്രയധികം കിട്ടുക എന്നത് ശരിയല്ല എന്നും മനസ്സിലാക്കിയ ആളുകൾ അത് തള്ളിക്കളഞ്ഞു.
അങ്ങനെയാണ് കാന്തപുരം ബോംബെയിൽ നിന്ന് മുടി വാങ്ങി അബുദാബിയിൽ കൊണ്ടുപോയി അഹമ്മദ് ഖസ്റജിയെ ഏൽപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഞങ്ങളെ നാട്ടിലൊക്കെ ചെയ്യാറുള്ളത്, ഉലുഹിയത്തിന് ഉരുവിനെ അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഉരുവിനെ കച്ചവടം ചെയ്യും. പലപ്പോഴും മലമ്പ്രദേശങ്ങളിലാണ് ഈ ഇത്തരം മൃഗങ്ങളെ ആളുകൾ വളർത്തുന്നത്. അവരോട് ഇതിനെ കച്ചവടം ചെയ്തിട്ട് പറയും, നിങ്ങള് പെരുന്നാളിന്റെ തലേന്ന് ഞങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളാം, അതുവരെ നിങ്ങൾ തന്നെ വളർത്തിക്കോളൂ എന്ന്. ഇതുപോലെ ബോംബെയിൽ നിന്ന് മുടി വാങ്ങി അഹമ്മദ് ഖസ്റജിയെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അടുത്ത റബീഉൽ അവ്വൽ നിങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി, അതുവരെ നിങ്ങൾ ഇതിനെ പോറ്റിക്കോളൂ. റബീഉൽ അവ്വലിൽ ഈ മുടി കൊണ്ടുവരാൻ വേണ്ടി കാന്തപുരം അഹമ്മദ് ഖസ്റജിയുടെ അരികിലേക്ക് ചെന്നപ്പോഴാണ് കാന്തപുരം ഞെട്ടിപ്പോയത്. നമ്മളുടെ ഫാൻസി ഷോപ്പുകളിൽ തിരുവാതിരക്കും ഡാൻസിനും ഒക്കെയായി മുടിയുടെ നീളം കൂട്ടുവാൻ വേണ്ടി തൂക്കിയിട്ട മുടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ അഹമ്മദ് ഖസ്റജിയുടെ ഗോഡൌണിൽ തൂക്കിയിട്ടും പെട്ടികളിലും മുടികൾ സൂക്ഷിച്ചിരിക്കുന്നു. കാന്തപുരം ചോദിച്ചു, ഇതെവിടുന്നാ നിങ്ങൾക്ക് കിട്ടിയത്? ഖസ്റജി പറഞ്ഞു, എന്ത് പറയാൻ, നിങ്ങൾ തന്ന മുടി പിളരാൻ തുടങ്ങി, അത് വളരാൻ തുടങ്ങി, അതൊക്കെ ഞാനെടുത്ത് ഇങ്ങനെ കെട്ടിവെച്ചതാണ് എന്ന്. അതുകൊണ്ടാണ് നമ്മളെ ബാലുശ്ശേരിക്കാരനായ ആ സഹോദരനെ പോലെയുള്ള ആളുകൾ പ്രസംഗിച്ചു നടന്നു, ഈ മുടിയുടെ സനത് നിങ്ങൾ കൊണ്ടുവന്നാൽ ഞങ്ങൾ കുടിക്കാം അതിട്ട വെള്ളം എന്നാണ്. നമ്മൾ പറഞ്ഞു, പോയത്തമാണത്. കാരണം ഏറ്റവും ചുരുങ്ങിയത് ഈ രണ്ടാളുകൾ ഉണ്ടല്ലോ ആ സനതിൽ, അവരെ പറ്റി മനസ്സിലാക്കിയാ പോരെ. അവസാനത്തെ ആളാരാ? കാന്തപുരാൻ. അതിന്റെ തൊട്ട് മേലെയുള്ള ആളാരാ? അഹമ്മദ് ഖസ്റജിയാണ്. ഇനി അതിന്റെ ബാക്കി ആരുണ്ടായിട്ട് എന്താ കാര്യം? പിന്നെ സനത് ചോദിക്കുന്നതിനെന്ത് പ്രസക്തി? കാരണം ഈ സനദിലെ അവസാനത്തെ രണ്ടാളുകൾ ഇവർ രണ്ടുപേരുമാണ്. ഇസ്ലാമിക നിദാനശാസ്ത്ര പ്രകാരം സനദിൽ വരുന്ന ഒരാൾക്ക് എന്തൊക്കെ അയോഗ്യതകൾ ആവശ്യമാണോ ആ അയോഗ്യതകൾ 90% തികഞ്ഞവരാ ഇവർ രണ്ടാളും. പിന്നെ അവര് അവിടുന്ന് ആരെടുത്തുനിന്ന് മുടി കൊണ്ടുവന്നിട്ടെന്താ? കൊണ്ടുവന്നപ്പോ മർക്കസിൽ വെച്ച് പേരോട് പറഞ്ഞു, ഇതാ ഈ മുടിയുടെ സനത് വായിക്കുകയാണ്. കാരണം അതിനു മുമ്പും മുടി വിവാദമുണ്ട് കേരളത്തിൽ. എവിടുന്നാണ് മുടി കിട്ടിയതെന്ന ചോദ്യമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ മുടിയുടെ സനത് വായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സനത് വായിച്ചു. അഹമ്മദ് ഖസ്റജി, അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ഖസ്റജി, അദ്ദേഹത്തിന്റെ പിതാവ് സയ്യിദ് ബിലാല് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിന്റെ വല്ലിപ്പമാരുടെ പേരുകൾ മുഴുവൻ വായിച്ചു. അണികൾ തക്ബീർ മുഴക്കി. പിറ്റേത് മുതൽ ചോദ്യം വന്നു, മുടിയുടെ സനതാണോ ഈ വായിച്ചത്? അങ്ങനെയാണെങ്കിൽ ഈ അഹമ്മദ് ഖസ്റജിയുടെ കയ്യിലുള്ള മുടി അദ്ദേഹത്തിന്റെ പിതാവായ മുഹമ്മദ് ഖസ്റജിയുടെ കയ്യിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ മുടി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് മുടിയുടെ സനതാവുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് പേരോട് പറഞ്ഞത്, അത് മുടിയുടെ സനതല്ല വായിച്ചത്, ഞങ്ങൾ ഖസ്റജിയുടെ നെസബ വായിച്ചതാണ്, കുടുംബം വായിച്ചതാണ്. ഖസ്റജിന്റെ വാപ്പാര് വല്യാപ്പാര് എന്നുള്ള കാര്യത്തിൽ ഇവിടെ തർക്കമുണ്ടോ കേരളത്തിൽ? ആരായാലെന്താ? ഖസ്റജിക്ക് വാപ്പയുണ്ട് എന്നും അത് മുഹമ്മദ് ഖസ്റജിയാണ് എന്നും ഇവിടെ തർക്കമില്ല. മുഹമ്മദ് ഖസ്റജിക്ക് പിതാവുണ്ടെന്ന കാര്യത്തിൽ ഇവിടെ തർക്കമില്ല. ഇവിടെ തർക്കം ഈ വിഭാഗം സമസ്തക്കാരുന്നയിച്ചത് മുടിയുടെ സനതായിരുന്നു. സനത് വായിക്കാൻ കഴിഞ്ഞില്ല. ഈ വിവാദം കാന്തപുരം സമസ്തയിൽ സൃഷ്ടിച്ച അങ്കലാപ്പ് ഇന്നും നിലനിൽക്കുന്നു. സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂട്ടായ മുന്നേറ്റം, മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ച് ഈ ജീർണതക്കെതിരെ, തങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന ഈ വിവാദങ്ങൾക്കെതിരെ, തങ്ങൾ ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന, പണം കൊണ്ടും അധികാരം കൊണ്ടും സൃഷ്ടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന അന്ധവിശ്വാസത്തിന്റെയും ജീർണതയുടെയും കെട്ടിടങ്ങൾക്കെതിരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒന്നിച്ചുള്ള ചെറുത്തുനിൽപ്പ് സഹിക്കുവാനാവില്ല എന്ന തിരിച്ചറിവാണ് പൗരോഹിത്യത്തെ കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐക്യത്തിനെതിരെ ഉറഞ്ഞുതുള്ളാൻ പ്രേരിപ്പിച്ചത്. മുടിയുമായി ബന്ധപ്പെട്ട വിവാദം തന്നെ ദിവസങ്ങളോളം പറയാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. അവസാനത്തിലേക്ക് വരികയാണ് ഞാൻ. മുടി വിവാദമുണ്ടായി. കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ അകന്നുപോയി. ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ
ഈ മുടിയുടെ ഉറവിടം അന്വേഷിച്ചു പോയി. മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല എന്ന ബോംബെയിലെ മുടിക്കച്ചവടക്കാരന്റെ അരികിലേക്ക് പോയി. കാന്തപുരത്തിന്റെ അനുയായികളും കാന്തപുരവുമൊക്കെ ശൈഖാണെന്നും വലിയാണെന്നും പരിചയപ്പെടുത്തിയ മനുഷ്യൻ ഫർള് നിസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാത്തയാളാണെന്ന് അയാളോടൊപ്പം കഴിഞ്ഞുകൊണ്ട് ആ ആളുകൾ തെളിയിച്ചു. എന്ന് മാത്രമല്ല, കാന്തപുരം വലിയ പോരിശയാക്കി കൊണ്ടുവന്ന ഒരു മുടിയുണ്ടല്ലോ, ഇവര് പണം കൊടുത്ത് 14, 15, 18 ഒക്കെ മുടി കൊണ്ടുവന്നു. ആർക്കും വിലക്ക് വാങ്ങാൻ കഴിയുന്നതാണ് ഈ റസൂലിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ മുടി എന്നവര് തെളിയിച്ചു ഈ സമൂഹത്തിൽ. പിന്നെ എല്ലാ സ്ഥലത്തുനിന്നും മുടി വരാൻ തുടങ്ങിയപ്പോ, എല്ലാരുടെ കയ്യിലും റസൂലിന്റെ മുടിയെത്താൻ തുടങ്ങിയപ്പോ കാന്തപുരം രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞു, മുടികൾ വ്യാജമുണ്ടാകാം, പക്ഷെ ഞങ്ങളുടെ അരികിലുള്ളത് ശരിയായ മുടിയാണ്. അതിനുള്ള തെളിവ്, ഈ മുടി കരിയില്ല, ഈ മുടിക്ക് നിഴലില്ല. റസൂലുള്ളാഹിന്റെ മുടിയാണ്, അതിന് നിഴലുമില്ല, അതൊട്ട് കരിയുകയും കത്തുകയുമില്ല എന്ന ഇത് കാന്തപുരം പറയേണ്ട താമസം ആളുകൾ ചോദിക്കാൻ തുടങ്ങി. എന്നാ പിന്നെ നമുക്കൊന്ന് കത്തിച്ചു നോക്കിക്കൂടെ? ഈക്കക്കാരുടെ വായടപ്പിക്കാൻ നമുക്കൊന്ന് കത്തിച്ചു നോക്കിക്കൂടെ? വേണ്ട, നമുക്കൊന്ന് ടോർച്ചടിച്ചു നോക്കിക്കൂടെ? കാന്തപുരം പെട്ടത് വലിയ അബദ്ധത്തിലാണ് എന്ന് മനസ്സിലാക്കി ആദ്യമായി തിരുത്താൻ വന്നത് കാന്തപുരത്തിന്റെ മുഫ്തിയായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. അദ്ദേഹം പറഞ്ഞു, കാന്തപുര പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാന്തപുരം പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽ നിന്ന് വഫാത്തിന് ശേഷം അവസാനിക്കാത്തത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ബാക്കി എല്ലാ മുഅ്ജിസത്തും അവസാനിച്ചു കഴിഞ്ഞു. മുടി വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് പൊന്മള ഇത് പറഞ്ഞതെങ്കിലും പൊന്മള പെട്ടത് അതിനേക്കാൾ വലിയ അബദ്ധത്തിലായി. അപ്പൊ ആളുകൾ ചോദിച്ചു, പിന്നെ ഇക്കാലം വരെ നമ്മൾ മുഅ്ജിസത്തുകൊണ്ടും കറാമത്തുകൊണ്ടും അള്ളാന്റെ റസൂലിനോട് തേടുന്നത്, ഔലിയാക്കളോട് തേടുന്നത് എന്നല്ലേ പറഞ്ഞത്? എല്ലാ മുഅ്ജിസത്തും തീർന്നെങ്കിൽ പിന്നെന്താ നമ്മൾ അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നതിൽ അർത്ഥം? ഈ സമൂഹത്തെ പഠിപ്പിച്ചത് എന്താ? നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഈ ഇവിടെ വെച്ചൊക്കെ നടന്ന വിവാദങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഏറ്റവും പ്രധാനമായി പൗരോഹിത്യം ഉന്നയിച്ച വാദം എന്തായിരുന്നു? ഞങ്ങൾ ചോദിക്കുന്നത് അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് കൊണ്ടാണ്, ഞങ്ങൾ ചോദിക്കുന്നത് ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ടാണ്. ഈ അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് കൊണ്ടാണ്, ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ടാണ് ഞങ്ങൾ അവരോട് സഹായം തേടുന്നത്, ഇസ്തിഗാസ നടത്തുന്നത് എന്ന് ഈ സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിച്ച ആളുകൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽ ഒന്നും ബാക്കിയില്ല. ഇത് ഈ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടും, ഇത് ഈ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്കെത്തും. കൂടുതൽ കരുത്തോടെ രണ്ട് ചേരികളായി പ്രവർത്തിച്ച മുജാഹിദുകൾ രണ്ട് വേദികളിൽ നിന്ന് ഇത് പറഞ്ഞിരുന്നു. പക്ഷേ അതൊരേ വേദിയിൽ ഒരേ മനസ്സോടെ, ഒരേ കരുത്തോടെ, ഒരേ ശക്തിയോടെ മുജാഹിദുകൾ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് പറയുമ്പോൾ ഇത് ശരിയാണെന്ന് തിരിച്ചറിയുകയും, എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ രണ്ട് ചേരികളിലുള്ള പ്രവർത്തനങ്ങളിൽ മനം മടുത്തുകൊണ്ട് മാറി നിൽക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾ തങ്ങൾക്കെതിരായി തിരിയുകയും ചെയ്യും എന്ന തിരിച്ചറിവാണ് പൗരോഹിത്യത്തെ മുജാഹിദുകളെ എതിർക്കാൻ പ്രേരിപ്പിച്ചത്. പൊന്മള ഇത് പറഞ്ഞു. പൊന്മള പറഞ്ഞത് കൂടുതൽ അബദ്ധമായി. പിന്നെ രക്ഷപ്പെടുത്താൻ എത്തേണ്ടത് പേരോടാണ്. പേരോടിനെ പറ്റി ഇ.കെ. വിഭാഗം സമസ്തയിലെ ഇസ്മായിൽ സക്കാഫി സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്. പേരോട് ഒരിക്കലും നേർക്കുനേരെ ഒരു കാര്യം പറയില്ല എന്നാണ്. 4 കാലുള്ള, ഒരു തലയുള്ള, ആ തലയിൽ 2 കൊമ്പുള്ള, ഒരു വാലുള്ള, നാം രാവിലെ കുടിക്കുന്ന ചായയിൽ ഒഴിക്കാൻ വേണ്ടി വെളുത്ത ദ്രാവകം കറന്നെടുക്കുന്ന ജീവി എന്ന് പേരോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടത് പശുവിനെ കൊണ്ടാണ്. അങ്ങനെയാണ് പറയാറുള്ളത് എന്നാണ്. ഇത് വിവാദമായി. മുടി കത്തലും കരിയലും നിഴലും ഒക്കെ വിവാദമായപ്പോ സാക്ഷാൽ പേരോട് രംഗത്ത് വന്നു. പേരോട് വന്നിട്ട് പറഞ്ഞു, കാന്തപുരം പറഞ്ഞത് ശരി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് നിഴലുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിഴലുണ്ടാവില്ല എന്നല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് നിഴൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എപ്പോഴും നിഴലുണ്ടാകും എന്നുമല്ല.
നേരത്തെ പറഞ്ഞ 4 കാലുള്ള, 1 തലയുള്ള, 2 കൊമ്പുള്ള എന്ന് പറഞ്ഞ രീതിയിലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണ് എന്നാണ് മുജാഹിദുകൾ പറയുന്നതെന്ന് ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ച ആളുകൾ. അങ്ങനെ പറയാൻ പാടില്ലെന്ന് ഉമർ മൗലവി എഴുതിയതെടുത്ത് വായിക്കേണ്ട ദുരവസ്ഥയുണ്ടായി. അന്ന് മുജാഹിദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ട് എന്ന് പറയാൻ വേണ്ടി ഏതൊക്കെ ഹദീസുകളാണോ ഉദ്ധരിച്ചിരുന്നത്, നിഴലില്ലാത്ത പ്രവാചകന്റെ നിഴലാണ് അബൂബക്കർ എന്നൊക്കെ ചില ആളുകളൊക്കെ പ്രസംഗിച്ചു നടന്നപ്പോ അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ഏതൊക്കെ ഹദീസുകളാണോ മുജാഹിദുകൾ ഉദ്ധരിച്ചത്, ആ ഹദീസൊക്കെ പേരോടെടുത്ത് ഉദ്ധരിച്ചു. എന്നിട്ട് പറഞ്ഞു ചില സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ട്. പിന്നെ റസൂലിന് നിഴലില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ വെളിച്ചത്തിൽ നടന്നു പോകുമ്പോ നിലത്തുകൂടെ പോകുന്ന നിഴലില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴല് വൃത്തികേടിലൊക്കെ തട്ടാതിരിക്കാൻ അങ്ങനെ നിഴലില്ല എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴല് നമ്മളൊക്കെ പോകുമ്പോ നിലത്തൂടെ പോകും, റസൂലുള്ളാഹിന്റെ ഒരു 1.5 അടി ഉയരത്തിൽ ഇങ്ങനെ നിഴല് പോകും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിഴൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോഴും ഇല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ത്? മനുഷ്യന്മാർക്ക് എല്ലാവർക്കും എന്തിനാ ഉള്ളത്? നമുക്ക് എപ്പോഴും നിഴലുണ്ടാവോ? വീട്ടിൽ കയറി റൂമൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫാക്കി നമുക്ക് ആർക്കെങ്കിലും നിഴലുണ്ടോ? വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള നിഴലിന്റെ കാര്യമാണ് ഈ പറയുന്നത്. വീണ്ടും പേരോട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് നിഴലില്ല എന്നല്ല. അപ്പൊ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുമ്പോ തടീന്റെ നേല് കാണൂല, മുടീന്റെയും താടീന്റെയും നേല് മാത്രം ഇങ്ങനെ കാണും. അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് പറയാൻ, അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നത്. ഈ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പേരോടിത് പറഞ്ഞപ്പോഴാണ് ആദർശ മുന്നേറ്റം എന്ന പേരിൽ ഒരാദർശവുമില്ലാതെ പേരോടിനോടും പൊന്മളയോടുമുള്ള വിരോധം മാത്രം മനസ്സ് വെച്ചുകൊണ്ട് നൗഷാദ് അസ്തനി എന്ന ചെറുപ്പക്കാരൻ കേരളത്തിൽ അങ്ങോളം ഇക്കോളം ഇപ്പൊ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. പേരോട് വഹാബിയായി പോയി. കാരണം റസൂലുള്ളാഹിക്ക് നേലുണ്ട് എന്നത് പണ്ട് വഹാബികൾ പറഞ്ഞതാണ്, അതിപ്പോ പേരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വിഷയം കത്തലാണല്ലോ. പേരോട് കിതാബ് എടുത്ത് വെച്ചിട്ട് വായിച്ചിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി തീയിലിട്ടാൽ കത്തില്ല എന്ന് കിതാബിലില്ല. കിതാബിലുള്ളത് തീയിൽ വീണാൽ കത്തില്ല എന്നാണ്. വീണാ കത്തൂല, ഇട്ടാ കത്തൂല എന്ന് കിതാബിലില്ല. കത്തിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ തീയിലിടുന്നതിന് സമമാണ് എന്ന് പേരോട് പ്രസംഗിച്ചു. അപ്പൊ എന്തായി? ആരെങ്കിലും ഒന്ന് ചെന്നിട്ട് എന്നാ പിന്നെ കാന്തപുരസ്താദിനെ സോപ്പിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് ടോർച്ച് അടിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് ടോർച്ച് അടിച്ച് നോക്കി മുടിയിലെ നേല് കണ്ടാൽ അപ്പൊ പറയാ എന്ത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചില സമയത്ത് ഉണ്ടാവും ഇത്, ആ ചില സമയത്ത് പെട്ടതാണ്. എന്നാ പിന്നെ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് അടിച്ചു നോക്കാം, അപ്പോഴും നേല്. ഇതും ആ സമയം തന്നെ. പിന്നെ ആ സമയം അല്ലാത്തത് എപ്പോഴാ? ആ സമയം അല്ലാത്തതുണ്ട്, പക്ഷെ നമ്മൾ ആ സമയത്ത് എത്തണില്ല. നമ്മൾ വരുമ്പോഴൊക്കെ നേലുള്ള സമയമാണ്, നേലില്ലാത്ത സമയത്തെത്താൻ നമുക്ക് കഴിയുന്നില്ല എന്ന് വിചാരിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ അത് തക്ബീർ ചൊല്ലി സ്വീകരിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ആ സമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധനം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് ഈ പൗരോഹിത്യം ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവര് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ അറിയോ, ഞാൻ പറഞ്ഞല്ലോ ഈ നൗഷാദ് അഹ്സനി സമസ്തയിൽ AP വിഭാഗത്തിൽ അതിശക്തമായ എതിർപ്പുകളും കോലാഹലങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് നൗഷാദ് അഹ്സനി പുറത്തു വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വൈലത്തൂരിലെ തങ്ങൾ മരണപ്പെട്ടു. ഈ നൗഷാദ് അഹ്സനി ഒരു നവംബർ 30 കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വെച്ച് EK വിഭാഗത്തിലേക്ക് ചേരാനിരുന്നതായിരുന്നു. പക്ഷേ ആ സമ്മേളനത്തിന് നൗഷാദ് വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല എന്ന് അന്വേഷിച്ചപ്പോ ഇന്ന് ആരാണോ നൗഷാദിനെ കൊണ്ടു നടക്കുന്നത്? കുരുവട്ടൂരിലെ ഒരു ത്വരീഖത്തിന്റെ സഖാഫിയാണ് അബ്ദുൽ ഹക്കീം സഖാഫി. ആ അബ്ദുൽ ഹക്കീം സഖാഫിയാണ് ഈ നൗഷാദ് അഹ്സനി അന്ന് തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചത്. എന്ന് മാത്രമല്ല, ചില ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു, തട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല, മൂപ്പരെ മനസ്സ് മാറ്റാനും മൂപ്പരെ തളർത്തിക്കിടത്താനും ഒക്കെ എന്തൊക്കെയോ കലക്കിക്കൊടുത്ത് കുടിപ്പിച്ചു ഇയാളെ എന്ന്
ചേലേമ്പ്രയിൽ വെച്ച് അതിനുശേഷം നടന്ന സംവാദത്തിൽ നൗഷാദിനെ അടുത്തിരുത്തി ഞാൻ പറഞ്ഞു, നൗഷാദെ, അന്ന് നിങ്ങൾക്ക് ഈ അബ്ദുൽ ഹക്കീം സഖാഫി എന്തോ ഒന്ന് കലക്കി തന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോ ഈക്കക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഒന്ന് പറയണ്ടേ, എനിക്കങ്ങനെ ഒന്നും കലക്കി തന്നിട്ടില്ല, അതുപോലും പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഈ തങ്ങളുടെ ഈ ത്വരീഖത്തിന്റെ ആളുടെ കൂടെ കൂടി. ഈ ത്വരീഖത്തിന്റെ ആളെ എതിർക്കണമല്ലോ AP വിഭാഗത്തിന്. അതിനവർ ഏറ്റവും പ്രധാനമായ ആയുധമായി ഉപയോഗിച്ചത് വൈലത്തൂർ തങ്ങളുടെ ഒരു സംഭാഷണമാണ്. വൈലത്തൂർ തങ്ങൾ പറഞ്ഞു, ഈ ചങ്ങാതി, അതായത് കുരുവട്ടൂരിലെ ഈ സഖാഫി കാട്ടുകള്ളനാണ്, അയാളെ സ്വീകരിക്കാൻ പാടില്ല. കാട്ടുകള്ളനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇവര് ചെയ്തതോ, ഉത്തരാഖണ്ഡിലൊക്കെ ഇയാൾ പോയ കാടിന്റെ ചിത്രമൊക്കെ എടുത്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി കാട്ടുകള്ളനാണെന്ന് തെളിയിക്കാൻ. ആ തങ്ങളാ കഴിഞ്ഞ ദിവസം മരിച്ചത്. മരിച്ച പിറ്റേന്ന് നൗഷാദ് ഹസനിയുടെ പ്രസംഗത്തിൽ നൗഷാദ് ഹസനി ഈ വൈലത്തൂർ തങ്ങളുമായുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തുവിടുന്നു. ഈ നൗഷാദ് ഹസനി വൈലത്തൂർ തങ്ങളോട് നടത്തിയ സംസാരം എന്താ? ഹലോ പാപ്പ, ഞാൻ പരിപാടിക്ക് പോവാണ്. പാപ്പ, ഞാൻ പരിപാടിക്ക് പോവുകയാണ്. എന്ത് പരിപാടിക്ക്? പൊന്മളയെയും പേരോടിനെയും AP വിഭാഗം സമസ്തയെയും എതിർക്കാനുള്ള പരിപാടിക്ക് ഞാൻ പോവുകയാണ്. അതിന് ഉപ്പാപ്പ സംരക്ഷണം തരണം, ഉപ്പാപ്പാന്റെ നോട്ടമുണ്ടാകണം, ഉപ്പാപ്പാന്റെ പ്രാർത്ഥനയുണ്ടാകണം എന്നീ നൗഷാദ് പറയണത് ആരോടാ? ആ AP വിഭാഗത്തിന്റെ മുശാവറ മെമ്പറോട്. അപ്പൊ എന്താ തങ്ങൾ പറയേണ്ടത്? പോന്ന പണിയൊക്കെടാ, എന്റെ സംഘടനക്കെതിരെ നടത്തുന്ന പ്രവർത്തനത്തിനാണോ ഞാൻ എനിക്ക് സമ്മതം തരണ്ടെന്നല്ലേ ചോദിക്കേണ്ടത്? പാപ്പ പറഞ്ഞു, മോനെ മോൻ പൊയ്ക്കോ, മോനെ മോൻ പൊയ്ക്കോ, ഞാനുണ്ട്. പാപ്പാന്റെ നോട്ടതിനുണ്ടാകണം. നോട്ടല്ലടാ, ഞാൻ തന്നെയല്ലേ അത് നടത്തി തരുന്നത്. നോക്കണം, വലിയ തങ്ങളെ കോലാണിത്, വലിയ തങ്ങളെ കോലാണിത്. വൈലത്തൂർ തങ്ങൾ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പരമ്പരയിൽ, പേരക്കുട്ടിയുടെ പരമ്പരയിൽപ്പെട്ട തങ്ങളാണ് എന്നാണ് ഈ ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ആ തങ്ങളാണ് ഒരേ സമയം സമസ്തയുടെ മുശാവറ മെമ്പറായി നിൽക്കുകയും അതേ സമയത്ത് തന്നെ അതിനെതിരായി പ്രസംഗം നടത്തുന്നയാളോട് എന്റെ നോട്ടോ എന്റെ സഹായോ ഒക്കെ അതിനുണ്ട്, ഞാൻ തന്നെയാണ് നടത്തി തരുന്നത് എന്ന് പറയുന്നതും. ഇത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ മുജാഹിദുകൾ ബോധ്യപ്പെടുത്തും. ഇത്തരം തട്ടിപ്പുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ യോജിപ്പോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ മനംമടുത്ത് നിന്ന ആളുകളുടെ മനസ്സിലേക്ക് പോലും ഈ ആദർശത്തിന്റെ വെളിച്ചം കടന്നു ചെല്ലാനും ഒരു വലിയ പ്രവാഹമായി ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ മാറ്റുവാനും സഹായിക്കും എന്ന് തിരിച്ചറിഞ്ഞ പൗരോഹിത്യം മുജാഹിദുകളെ എതിർക്കുവാനും മുജാഹിദുകൾ തമ്മിലുണ്ടായ ഐക്യത്തെ തകർക്കുവാനുമുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നമ്മളുടെ പ്രസക്തി. നമ്മൾ എതിർത്തില്ലായിരുന്നുവെങ്കിൽ, നമ്മളുടെ എതിർപ്പില്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഉത്തരേന്ത്യയിലെ ഖബറുകളിൽ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ പോലും ഉത്തരേന്ത്യയിലെ ഖബറുകളിൽ കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മുജാഹിദുകളുടെ സാന്നിധ്യമാണ് എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ഉദാഹരണം. പണ്ടൊക്കെ നമ്മളുടെയൊക്കെ നാട്ടിലെ പള്ളികളിൽ ഖബർസ്ഥാനിൽ ഒരു മയ്യത്ത് മറവ് ചെയ്താൽ അവിടെ ഒരു ഷെഡ് ഉയർന്നു വരുമായിരുന്നു. യാമോത്തി എന്ന പേരിലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് അറിയപ്പെട്ടിരുന്നത്. 7 ദിവസം 15 ദിവസമൊക്കെ അവിടെ ഇരുന്ന് മുസ്ലിയാക്കന്മാര് സമയം മുറിയാതെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഇന്ന് കേരളത്തിലെ ഏത് പള്ളിയിലാണ്, ഏത് ഖബർസ്ഥാനിലാണ് അങ്ങനെ ഒരു ഷെഡ് ഉള്ളത്? എന്റെ വാക്ക് കേൾക്കുന്ന സുന്നി സഹോദരങ്ങൾ, ചെറുപ്പക്കാരാണെങ്കിൽ അവരുടെ പിതാക്കന്മാരോട് ചോദിച്ചു നോക്കുക. പ്രായമുള്ള ആളുകളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകും അത്തരം ഷെഡുകൾ. എന്തുകൊണ്ട് ഇന്ന് നമ്മളുടെ ഖബർസ്ഥാനുകളിൽ അത്തരം ഷെഡുകളില്ല? ആരാ നമ്മളോട് പറഞ്ഞത് അങ്ങനെ ഷെഡ് കെട്ടി ഖുർആൻ ഓതാൻ പാടില്ല? ഏതെങ്കിലും മുസ്ലിയാക്കന്മാര് നമ്മളോട് പറഞ്ഞോ? ഏതെങ്കിലും ഉസ്താദുമാര് പറഞ്ഞോ? റമദാനിൽ 30 ദിവസം ഉറുദി, അത് കഴിഞ്ഞ് വേനൽക്കാലം തുടങ്ങിയാൽ ഉറുദി വേറെ, വയൽ വേറെ, കഥാപ്രസംഗം വേറെ.
ഈ ജാതി ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ, ഏതെങ്കിലും ഒരു കഥാപ്രസംഗത്തിൽ, ഏതെങ്കിലും ഒരു ഉറുദിയിൽ, ഏതെങ്കിലും ഒരു വഅലിൽ ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾ ഇങ്ങനെ ഷെഡ് കെട്ടി ഖുർആൻ ഓതാൻ പാടില്ല? പറഞ്ഞില്ല. ആരെ പറഞ്ഞത്? മുജാഹിദുകൾ പറഞ്ഞു. ഉറുക്ക് കെട്ടുന്നതിനെ കുറിച്ച്, ഏലസ് കെട്ടുന്നതിനെ കുറിച്ച്, അതേപോലെയുള്ള ചികിത്സാ മന്ത്രവാദ ചികിത്സാ സമ്പ്രദായങ്ങളെ കുറിച്ച് ആരാണ് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത്? മുജാഹിദുകൾ ബോധ്യപ്പെടുത്തി. ആ അന്ധവിശ്വാസങ്ങളെ പുതിയ രൂപത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ എല്ലാ ഹോട്ടലിൽ കയറിയാലും പെട്ടിയുണ്ട്. സാന്ത്വനം എന്ന പേരിൽ, അതല്ലെങ്കിൽ കണ്ണീരൊപ്പാൻ കൈകോർക്കുക എന്ന പേരിൽ, അതല്ലെങ്കിൽ മറ്റ് പേരുകളിൽ പാവപ്പെട്ടവരെ, രോഗികളെ, കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനുള്ള, സ്വതക്ക നൽകുവാനുള്ള സൗകര്യം എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ മർക്കസ് എന്ന് കൊടുത്ത പെട്ടിന്റെ പേരെന്താ? സ്വർഗത്തിലേക്കുള്ള പെട്ടി. ബാക്കിയുള്ള പെട്ടിയിലൊന്നും സദക്കട്ടാൽ സ്വർഗത്തിലേക്ക് എത്തൂല. ഇത് നേരെ സ്വർഗത്തിലേക്കുള്ളതാണ്. പണ്ട് കാലത്ത് ദിക്ർ ഹൽക്കകളും സലാത്ത് മജ്ലിസുകളൊക്കെ കൂടിയിരുന്നു കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്തിരുന്ന ആളുകൾക്ക് മനസ്സിലായി ഇനി അത് നടക്കൂല. അപ്പോൾ എന്താ? മൊബൈലാണ്. നിങ്ങള് സലാത്ത് 1000 സലാത്ത് ചൊല്ലിയിട്ട് ആ 1000 എന്നുള്ളത് ഓരോ സലാത്ത് ചെല്ലുമ്പോ 1, 2, 3 എന്നാക്കി ആ 1000 സലാത്ത് താഴെയുള്ള ഫോൺ നമ്പറിലേക്ക് SMS ചെയ്യാം. എന്നിട്ടോ ഇത് 1 കോടിയാവുമ്പോ മൂപ്പര് കൊണ്ടുപോയി മദീനത്ത് കൊടുത്തോളാം. SMS സലാത്ത്, മൊബൈൽ സലാത്ത്. ഈ സമൂഹത്തിൽ മാറി വരുന്ന പ്രവണതകൾക്കനുസരിച്ച് അവരെ ആകർഷിക്കാൻ തുടങ്ങിയില്ലേ? ബുർദ ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. എപ്പോഴാണ് അതിനൊരു ആകർഷണീയതയും അതേപോലെ ഗാനമേളകളെ വെല്ലുന്ന തരത്തിലുള്ള ആർഭാടങ്ങളുമായി ബുർദകൾ നടക്കാൻ തുടങ്ങിയത്? പൊന്മള എതിർത്തു. പൊന്മള പറഞ്ഞു ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടൊരു ബുർദ, തെറ്റാണത്. ഇതെന്താ ബുർദ മതിയോ ഈ നാട്ടിൽ? ദർസ് പഠിക്കേണ്ട കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ബുർദ ചൊല്ലിക്കാണ് എന്ന് പറഞ്ഞ് പൊന്മള ആഞ്ഞടിച്ചു. പൊന്മള വഹാബിയാനുള്ള വേറൊരു കാരണം അതായിരുന്നു. എന്നിട്ട് കൂട്ടത്തിൽ പൊന്മള പറഞ്ഞു, മൂപ്പര് വിദേശത്ത് പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ മൂപ്പരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്രേ, ഉസ്താദെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള എന്റെ എളാപ്പാനോടാ. എന്റെ എളാപ്പയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. മൂപ്പര് ചോദിച്ചത്ര, എന്താടാ എളാപ്പ എന്താ എന്നോട് ചെയ്തത്? അത് ഉസ്താദെ ഞാനാണ് ആ 14കാരൻ. പണ്ട് കേരളത്തിലൊക്കെ കൊണ്ടു നടന്ന് പ്രസംഗിപ്പിച്ച 14കാരൻ ഞാനാണ്. എന്റെ സ്കൂള് മുടങ്ങി, എന്റെ ദർസ് മുടങ്ങി, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ നിർത്തിവെച്ച് എന്നെ നാട് മുഴുവൻ 3-4 കൊല്ലം നടന്ന് പ്രസംഗിപ്പിച്ചു 14കാരൻ എന്ന് പറഞ്ഞ്. പൊന്മള ചോദിച്ചു, അല്ല കുതിരെ, 1 കൊല്ലം 14 കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ലം 15 ആവൂലേ? സ്വാഭാവികമാണല്ലോ. 1 കൊല്ലത്തെ 14കാരൻ പിറ്റത്തെ കൊല്ലം 15കാരനാവണ്ടേ? അങ്ങനെ 14കാരനെ 14കാരനാക്കി 4 കൊല്ലം നിലനിർത്തി നടത്തിയതിന്റെ പേരിൽ വിദ്യാഭ്യാസം മുടങ്ങി. എന്നിട്ട് പൊന്മള പറഞ്ഞു, ഇതുപോലെ ഈ ബുർദ മജ്ലിസുകളിൽ ബാംഗ്ലൂരിൽ നിന്നും മറ്റും കൊണ്ടുവന്ന് ഈ പാടിക്കുന്ന കുട്ടികളുടെ ഭാവി തകരുന്നതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. തിരിച്ചറിവുണ്ടായി, ആളുകൾക്ക് തിരിച്ചറിവുണ്ടായി. മാത്രല്ല മറ്റൊരു സമയത്ത് പൊന്മള പറഞ്ഞു, ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ മുജാഹിദുകൾ ഇവിടെ നിർവഹിച്ച ഉത്തരവാദിത്വം അത് ഫലം കണ്ടിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം നാം ഒന്നായി കൂട്ടായി നിർവഹിക്കുകയാണെങ്കിൽ 10 മടങ്ങ് ശക്തിയോടെയുള്ള പരിവർത്തനം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മളുടെ മനസ്സിലുണ്ടായ ഈ സാഹോദര്യം അത് നഷ്ടപ്പെട്ടുകൂടാ. നമ്മളുടെ മനസ്സിലുണ്ടായ ഈ ഐക്യം അത് നഷ്ടപ്പെട്ടുകൂടാ. ആരൊക്കെ ഏതൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ഈ ആദർശത്തിന്റെ പേരിൽ ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് പറയാനാണ്. പൊന്മള പറയാ ഒരു ചരിത്രം. മൂപ്പരെ ദർസിലുണ്ടായിരുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ജേട്ടന് വയറുവേദന, ഡോക്ടർമാരെ കാണിച്ചു, സുഖായില്ല. അവസാനം ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊന്ന് RCCയിൽ പോകണം. RCCയിൽ ചെന്ന് പരിശോധന നടത്തിയപ്പോ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത്രേ, ചെറുകുടലിന്റെ ഭാഗത്ത് ഏതാണ്ട് 1 ചാണായി പഴുപ്പ് വന്നിട്ടുണ്ട്.
അത് ഓപ്പറേറ്റ് ചെയ്ത് നീക്കിക്കളയണം, എന്നിട്ട് തുന്നിച്ചേർക്കണം, അതുകൊണ്ടാണ് ഈ വേദന വരുന്നത് എന്ന്. ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നാട്ടിൽ വന്നപ്പോ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്, ജനങ്ങളുടെ മനസ്സിൽ ദുർബോധനം നടത്തുന്ന പിശാചും മനുഷ്യന്മാരുണ്ടാവല്ലോ. അക്കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, കത്തി വെക്കാനോ പാടില്ല, കത്തി കൊണ്ട് തൊടാൻ പാടില്ല, തങ്ങളുണ്ട്, ഉസ്താദുണ്ട്, മുലിയാരുണ്ട്, വലിയുണ്ട്. അങ്ങനെ ഒരു തങ്ങളുടെ അരികിൽ കൊണ്ടുപോയി. ഞാനല്ല പറയുന്നത്, പൊന്മള പറയുന്നു. 10 ലിറ്ററിന്റെ ക്യാനുകളിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചു, അത് കുടിച്ചു ഇവൻ. കുറച്ചു ദിവസം കഴിഞ്ഞ് ഗൾഫ് പോയി. ഗൾഫിൽ നിന്ന് വേദന ശക്തമായി തിരിച്ച് നാട്ടിലേക്ക് വന്നു. വീണ്ടും RCCയിലേക്ക് ചെന്നപ്പോ ഡോക്ടർമാർ പറഞ്ഞത്രേ, അന്നനാളം മുതൽ മലദ്വാരം വരെയുള്ള മുഴുവൻ ഭാഗങ്ങളിലും ഈ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, ഇനി ഒരു രക്ഷയുമില്ല. 15 ദിവസത്തിന് ശേഷം ആ ചെറുപ്പക്കാരൻ വിദേശത്ത് നിന്ന് വന്ന് 15 ദിവസം കഴിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. പൊന്മള എന്നിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആരാ നിങ്ങളോട് ഇയാളുടെ അടുക്ക് പോകാൻ പറഞ്ഞത്? ആരാ നിങ്ങളോട് ഇയാൾ വലിയാന്ന് പറഞ്ഞത്? നോക്കണം, ആരാ നിങ്ങളോട് ഇയാൾ വലിയാന്ന് പറഞ്ഞത്? ഒരു വലിയന് പോലും അറിയില്ല അയാൾ വലിയാണോ എന്ന്. പിന്നെയാണോ നിങ്ങൾക്ക് മനസ്സിലായത്? എന്നിട്ട് പോയി വെള്ളം കുടിക്കാൻ ആര് പറഞ്ഞു? ഇതല്ലേ മുജാഹിദുകൾ പണ്ട് ചോദിച്ചത്? ആ ചോദ്യമാണ് ഇന്ന് പൊന്മള ചോദിക്കുന്നത്. ആര് പറഞ്ഞു നിങ്ങളോട് പോയി കുടിക്കാൻ? ഇവിടെ വേറൊരു വശം കൂടി ഉണ്ട് കേട്ടോ. പൊന്മളക്ക് തിരിച്ചറിവുണ്ടാകുമ്പോ വേറെ കുറെ ആളുകൾക്ക് തിരിച്ചു പോക്കാണ്ടാകുന്നത്. ഒലിപ്പോ പരസ്യം കൊടുക്കാണ്, സെൽഫികളാണ് എന്ന പേരിൽ. എന്ത്? ഖുർആൻ ഓതി മാത്രമുള്ള ചികിത്സയാണെങ്കിൽ 1000 രൂപ, ഖുർആൻ ഓതുകയും അതോടൊപ്പം ദിക്റും കൂടി ഉണ്ടെങ്കിൽ 2000 രൂപ, ഇനി അതിന്റെ കൂടെ അടികൂടിയാണെങ്കിൽ 3000 രൂപ. ഇങ്ങനെ റേറ്റ് നിശ്ചയിച്ച് സലഫിയത്തിന്റെ പേരിൽ ചികിത്സിക്കുന്ന മന്ത്രവാദികൾ ഇവിടെ രൂപപ്പെടുന്നു എന്നത് മറ്റൊരു വിഷയം. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഈ പൊന്മള പോലും ഇത്തരം ചികിത്സകളെ എതിർത്തു, ആക്ഷേപിച്ചു. ഈ അന്ധവിശ്വാസങ്ങൾ വളർന്നു വരുന്നതിന്റെ ഇടയിൽ പലപ്പോഴും പൊതുരംഗത്ത് പ്രവർത്തിച്ചിരുന്ന, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന പലരും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരോട്, പ്രവർത്തകന്മാരോട് പങ്കുവച്ച വേദനയുണ്ട്. നിങ്ങളുടെ ഈ ഭിന്നിപ്പ്, നിങ്ങളുടെ ഈ ഛിദ്രത ഇതിന്റെയൊക്കെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞവർ തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ യോജിപ്പിന്റെ വേളയിൽ പറഞ്ഞത്. നിങ്ങളുടെ ഈ യോജിപ്പ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് ജീർണതകളെ തൂത്തെറിയുവാൻ സഹായിക്കും എന്നവർ പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ്. അതിനെയാണ് പൗരോഹിത്യം ഭയപ്പെടുന്നത്. ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ ഇത് ആരെയെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ടുള്ള ഒരു യോജിപ്പല്ല. മുജാഹിദുകൾ യോജിച്ചത് കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വിചാരിച്ച ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യാതിരിക്കുകയുമില്ല, ഇനി അറസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുകയുമില്ല എന്ന് മനസ്സിലാക്കുന്നവരാ മുജാഹിദുകൾ. അതിനേക്കാൾ കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഇതാണ്, ഈ ജീർണതകൾക്കെതിരെയുള്ള പോരാട്ടം. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമതായി എതിർക്കുന്നത് ഈ ആളുകളാണ്. അതോടൊപ്പം തന്നെ ഈ വിഭാഗം സുന്നികൾ, അമ്പലക്കടവിനെ പോലെയുള്ള ആളുകൾ ഘോരഘോരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു ഈ യോജിപ്പിനെതിരെയാണ് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? ഒരു നിലപാട് പോലും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ കൃത്യമായി പറയാൻ കഴിയാത്ത ആളുകൾ കാന്തപുരം മുടി കൊണ്ടുവന്നതിനെ എതിർക്കുന്നു. എന്നാലോ റഹ്മത്തുള്ളാ ഖാസിമി വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മുടി 25,000 രൂപ 1 ലിറ്റർ മുടിക്ക് വാങ്ങി വിൽക്കുന്നു. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എങ്ങനെയാണ് ഇവർ എതിർക്കുന്നത്? എതിർപ്പിനുള്ള മാനദണ്ഡം എന്ത്? ഈ മുടിയുടെ സനതെവിടെ എന്ന് ചോദിച്ചവരോട് പേരോട് ചോദിച്ചു, വെല്ലൂരിലെ മുടിയുടെ സനതെവിടെ? ഇവര് മുടിയുണ്ട് എന്ന് പറയുന്ന നാടുകളിലെ മുടിയുടെ സനതെവിടെ? അപ്പോൾ ആളുകൾക്ക് മനസ്സിലായത് ഒറ്റ മുടിക്കും സനതില്ല. ഇത് ഒരു മുടിക്കും സനതില്ല എന്നുള്ളത് ഇവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണല്ലോ ചിലതൊക്കെ മനസ്സിലാകുക. മുമ്പ് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കടുത്ത് ആലിന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ത്വരീഖത്തുണ്ടായി. ആലിന്തറ ത്വരീഖത്ത് എന്ന പേരിൽ അത് അറിയപ്പെട്ടത്.
ഈ ആലിന്തറ ത്വരീഖത്ത് ഉണ്ടായപ്പോ ഈക്കക്കാരാണ് അത് ഉണ്ടാക്കിയത്. കൂട്ടത്തിൽ ചില ഏപ്പിക്കാർ കൂടി ചേർന്നപ്പോ പേരോട് അവിടെ മറുപടി പറയാൻ പോയി. പേരോട് മറുപടി പറഞ്ഞുകൊണ്ട് ചോദിച്ചു, ഈ തരീഖത്ത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, ഇതാ നിങ്ങളുടെ ശൈഖ് പഠിപ്പിച്ച ഈ ദിക്ർ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്? ഇത് ബുഖാരിയിലുണ്ടോ? ഇത് മുസ്ലിമിലുണ്ടോ? ഇത് നസായിയിലുണ്ടോ? ഇത് തിർമിദിയിലുണ്ടോ? സഹീഹായ ഏതെങ്കിലും ഒരു സനദിലൂടെ ഈ ദിക്ർ വന്നിട്ടുണ്ടോ? ഈ സ്വലാത്ത് വന്നിട്ടുണ്ടോ? ഈ പ്രാർത്ഥന വന്നിട്ടുണ്ടോ? എന്നൊക്കെ ചോദിച്ചു പേരോടിന്റെ ഗംഭീര പ്രസംഗം. പിറ്റേന്ന് ത്വരീഖത്തിന്റെ ആളുകൾ മൈക്ക് കെട്ടി. ഒറ്റ ചോദ്യം, ഈ ചോദ്യം പേരോടെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഈ ചോദ്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇത് വഹാബികളുടെ ചോദ്യമാണ്. നമ്മൾ നാരിയ സലാത്ത് ചൊല്ലിയപ്പോ വഹാബികൾ ചോദിച്ചു, ഈ ചോദ്യം ബുഖാരിയിലുണ്ടോ? ഈ സലാത്ത് മുസ്ലിമിലുണ്ടോ? ഈ സലാത്ത് സഹീഹായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ റാത്തീബിൽ അല്ല അല്ല എന്നും ഇല്ല ഇല്ല എന്നും ഹാ ഹൂ ഹീ ഹയ്യൻ എന്നുമൊക്കെ പറഞ്ഞപ്പോ വഹാബികൾ ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്? സഹീഹായ ഏതെങ്കിലും ഒരു ഹദീസിലൂടെ ഇത്തരം ദിക്റുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് വഹാബികളല്ലേ ചോദിച്ചത്. നിങ്ങൾക്ക് ഈ ചോദ്യം അവിടെ നിന്നല്ലേ കിട്ടിയത്? കേട്ട ആളുകൾക്ക് മനസ്സിലായത് നാരിയത്ത് സലാത്തും സഹീഹ ഹദീസിലില്ല, സഹീഹായ ഹദീസിലില്ല. അതേപോലെ തന്നെ ആലന്തറ തരീഖത്തിന്റെതും സഹീഹായ റിപ്പോർട്ടുകളില്ല. അതുപോലെ ഈ മുടിക്ക് ഒരു സനദും എവിടെയില്ല എന്ന് ഈ ജനങ്ങൾക്ക് മനസ്സിലായി. ഈ വിഭാഗം ആളുകൾ കൊണ്ടു നടക്കുന്ന മുടിക്ക് സനദില്ല, ആ മുടി വെള്ളത്തിന് സനദില്ല. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഈ ആളുകൾ മാത്രല്ല, ഈ ഹദ്റജീന്റെ അടിയിൽ മുടി കച്ചവടം ചെയ്യാൻ ഇവരാദ്യം പോയിട്ടുണ്ട്, മൂപ്പര് കൊടുത്തില്ല. ആ കിട്ടാത്ത ദേഷ്യം കൊണ്ടാണ് ഇത് കിട്ടിയ കാന്തപുരത്തിനെതിരെ ഇവർ രംഗത്ത് വന്നത്. മാത്രമല്ല അതിനെ എതിർക്കേണ്ടതില്ല. ആ മുടിയെ അഥവാ റസൂലുള്ളാഹിന്റെതാണെങ്കിലോ എന്നതുകൊണ്ട് എതിർക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവരുടെ മുശാവറയിലെ പണ്ഡിതന്മാർ പോലും രംഗത്ത് വന്നു. ഒരു കൃത്യമായ നിലപാട് ആ വിഷയത്തിൽ പറയാൻ കഴിഞ്ഞില്ല. അതേപോലെ ഈ ആളുകൾ, ഈ വിഭാഗത്തിന്റെ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യോജിപ്പിനെ ഭയപ്പെടുന്നു. മതപരമായ കാരണം മാത്രമല്ല, രാഷ്ട്രീയപരമായ കാരണം കൂടിയുണ്ട്. ഞങ്ങൾ ഒരുപാട് ആളുകളുണ്ടെന്നും ഞങ്ങളാണ് മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നത് എന്നുമുള്ള പുര താങ്ങി നിൽക്കുന്നത് താനാണ് എന്ന് വിചാരിക്കുന്ന ഗൗളിയെ പോലെ മുസ്ലിം ലീഗിനെ താങ്ങി നിർത്തുന്നത് ചേളാരിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഫത്വകളാണ് എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യോജിപ്പ് മുസ്ലിം ലീഗിൽ ഒരു വലിയ സ്വാധീനമുണ്ടാക്കാൻ മുജാഹിദുകൾക്ക് സാധിക്കും എന്നവർ മനസ്സിലാക്കുന്നു. അതിന്റെ വറളിയായത്. അതുകൊണ്ടാ പറഞ്ഞത്, സീതി സാഹിബ് നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല, സീതി സാഹിബ് നിങ്ങൾ പറയാൻ പാടില്ല. അത് പണ്ടും ചിലരൊക്കെ പറഞ്ഞു നോക്കിയതാണ് അല്ലേ? കേരളത്തിലെ പാഠപുസ്തകങ്ങൾക്ക്, അറബി പാഠപുസ്തകങ്ങളിലെ വഹാബിസം നീക്കം ചെയ്യണം എന്ന് പറഞ്ഞ് സമരം നടത്തി. കൂട്ടത്തിലൊരു പാഠം ഏതായിരുന്നു? വക്കം മൗലവിയെ പറ്റി അറബി പാഠപുസ്തകത്തിലുള്ള പാഠം, അത് പഠിപ്പിക്കാൻ പാടില്ല, വഹാബിസാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കേരളത്തിലെ സ്കൂളുകളിൽ ഇത്ര വ്യവസ്ഥാപിതമായി അറബി ഭാഷ പഠിപ്പിക്കാൻ തുടക്കം കുറിച്ച പണ്ഡിതനെ കുറിച്ചുള്ള പാഠം അറബി ബുക്ക് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ മാത്രം വളർന്ന ആളുകളാ കേരളത്തിലെ സമസ്തക്കാര്. എന്നിട്ടോ അന്നത്തെ ഭരണകൂടത്തിന്റെ സ്വാധീനം കൊണ്ട് ആ പാഠം ഒഴിവാക്കപ്പെട്ടു. സമരമൊക്കെ നടത്തി മൊയ്ലിയാരിങ്ങനെ വന്ന്, അറബി ഭാഷയാണ്, ക്ലാസ്സിലിരുന്നു കുട്ടികളോട് പറഞ്ഞോടാ ഇന്ന് പഠിപ്പില്ല, ഇനി നമ്മളെ സമരം ജയിച്ചേസാൻ. മൂപ്പരിങ്ങനെ കസേരയിലേക്ക് ചാഞ്ഞിരിക്കുമ്പോഴാണ് അപ്പുറത്ത് 8A ഇപ്പുറത്ത് 9B എന്നൊക്കെ വക്കം മൗലവി എന്ന് കേൾക്കുന്നത്. ഒരു ഭാഗത്ത് മലയാളമാണ്, ഇപ്പുറത്ത് സാമൂഹ്യ പാഠാണ്. മലയാളത്തിൽ പഠിപ്പിക്കുന്നത് പത്രപ്രവർത്തനത്തിന്റെ ചരിത്രമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ പത്രപ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ച് പറയാത്ത ഒരു ചരിത്രം കേരളത്തിലെ പത്രപ്രവർത്തനത്തിനില്ല. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ച് പറയുമ്പോ അദ്ദേഹം എങ്ങനെ സ്വദേശാഭിമാനിയായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ സ്വദേശാഭിമാനി പത്രവും അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഏറ്റവും വില കൂടിയ പ്രസ്സും അത് വക്കം മൗലവിക്ക് സ്വന്തമായിരുന്നു. അന്നത്തെ ഇവിടുത്തെ ഒരു മുതലാളിക്കും അത്ര വില കൂടിയ പ്രസ് ഉണ്ടായിരുന്നില്ല. പറയാതിരിക്കാൻ പറ്റുമോ? പറഞ്ഞു. ഇപ്പുറത്തെ ക്ലാസ്സിൽ സ്വാതന്ത്ര്യ സമരാണ്.
സ്വദേശാഭിമാനിയെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമരത്തിൽ അന്നത്തെ പത്രങ്ങൾ വഹിച്ച പങ്കിനെ കുറിച്ച് പറയുമ്പോ വക്കം മൗലവിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോഴാ മൊയ്ലിയർക്ക് പണ്ട് വല്യമ്മ മനസ്സിലാക്കിയത് എന്ത്? മരുവോളോടുള്ള ദേഷ്യം കാരണം വല്യമ്മ യാസീൻ ഓതിയത്രേ. എന്തിന്? നരി വന്നിട്ട് അവളെ പിടിച്ചുപോട്ടെ നേർച്ചയാക്കിയതാണ് യാസീൻ. നേർച്ചയാക്കിയതുപോലെ യാസീൻ വന്നു, മരുവോളത്തുന്നു, പേരക്കുട്ടികളെത്തുന്നു. പിന്നെ തന്നെ കൊള്ള തിന്നാൻ വന്നപ്പോഴാണ് വല്യമ്മക്ക് മനസ്സിലായത് നരി പോവില്ല, ഉടനെ ഖത്തന്ന് ഓതാ നേർച്ചയാക്കിയതാണ്. ഖത്തോതാ നേർച്ചയാക്കിയാലും വന്ന നരി പോവില്ലല്ലോ. അപ്പൊ വല്യമ്മക്ക് മനസ്സിലായി ഖത്തം നേർച്ചയാക്കിയിട്ടും കാര്യമില്ല. ഇതേപോലെ ഒരു സമരം കൊണ്ട് ഒരു അറബി പാഠപുസ്തകത്തിൽ നിന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ മാറ്റാൻ കഴിയില്ല എന്ന് പൗരോഹിത്യത്തിന് ചരിത്രം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണ്, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രമാണ്. ആ ചരിത്രത്തെ ആരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അത് ഇല്ലാതാവില്ല. ആരൊക്കെ പുതിയ പുതിയ ചരിത്രങ്ങൾ കൂലി എഴുത്തുകാരെ കൊണ്ട് സൃഷ്ടിച്ചാലും അത് ഇല്ലാതാവില്ല. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയ സത്യമാണത്, യാഥാർത്ഥ്യമാണത്. അതില്ലാതാക്കാനാണ് ഈ ആളുകൾ പറയുന്നത്. ഇതൊന്നും നമ്മൾ ഓർക്കാൻ പാടില്ല, ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല, കെ മൗലവിയെ പറ്റി പറയാൻ പാടില്ല, വക്കം മൗലവിയെ പറ്റി പറയാൻ പാടില്ല, ചാലകത്ത് നമ്മളാളായിരുന്നു എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഇവർ മുജാഹിദുകളുടെ ഐക്യത്തെ ഭയപ്പെടുന്നു. മൂന്നാമതായി മുജാഹിദുകളുടെ ഐക്യത്തെ ഭയപ്പെടുന്ന വേറൊരു വിഭാഗം ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നവരല്ല. അവരുടേത് അഭൗതികവും അദൃശ്യവുമായ ഒരു ലോകമാണ്. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചല്ല അവർക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. എന്തിനാണ് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോയത് എന്ന ചോദ്യത്തിന് ഈ ആളുകൾക്ക് പറയാനുള്ള മറുപടി എന്ത്? ഇവർ ചോദിക്ക, എന്ത് ഐക്യ മുജാഹിദുകളുടെ ഇടയ്ക്ക് ഉണ്ടായത്? നിങ്ങൾ കൂട്ടിക്കെട്ടിയതല്ലേ, ഇല്ലാത്ത ഐക്യം ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെയാണ് ഈ ആളുകൾ ചോദിക്കുന്നത്. ശരി, അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ വാദം സമ്മതിച്ചുകൊണ്ട് വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തമ്മിലുള്ള ഐക്യത്തിന്റെ കോല എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം ഈ മുജാഹിദികൾക്കിടയിൽ, ഐക്യപ്പെട്ട മുജാഹിദികൾക്കിടയിൽ ആദർശപരമായ സംഘടനാപരമായ ചർച്ചകൾ നടത്തി പണ്ഡിതന്മാരും നേതാക്കന്മാരും എടുത്ത തീരുമാനത്തിന് പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നു കേരളത്തിലെ മുജാഹിദുകൾ. അത് ഈ സമൂഹത്തോട് പറയുകയും ചെയ്തു മുജാഹിദുകൾ. എന്താണ് ഞങ്ങളുടെ നിലപാട്? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളില്ല. അഭിപ്രായ ഭിന്നതകൾ ലോകത്ത് പല വിഷയങ്ങളിലും പല പണ്ഡിതന്മാർക്കും ഉണ്ടായതുപോലെ മസ്അലകളിലുള്ള ഭിന്നതകൾ ഉണ്ടാകാം. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. എന്നാൽ ഈ ജിന്നുവാദികളുടെ അടിസ്ഥാനപരമായ വിഷയമെന്ത്? എന്തിനാണ് കേരള ജംഇയ്യത്തുൽ ഉലമയെയും കേരള നിർവത്തുൽ മുജാഹിദീനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ ആളുകൾ പുറത്തു പോയത്? കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനമെടുത്തു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകൾ ശിർക്കാണ്, അത് ഹറാമാണ്. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം. ഈ തീരുമാനത്തിനെതിരെയാണ് ചില ആളുകൾ പുറത്തു പോയത്. അങ്ങനെയാ കേരളത്തിൽ മുഴുവൻ ആദർശ മുന്നേറ്റങ്ങൾ നടന്നു. ആദർശ മുന്നേറ്റത്തിൽ സക്കരിയ സലാഹി തൃശൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് വെച്ച് പ്രസംഗിച്ചത് ഇതാ ഞങ്ങൾ ജില്ലാ തലത്തിൽ വിശദീകരിക്കുന്നു. ഇനി മണ്ഡലം തലത്തിലേക്ക് ഞങ്ങൾ എത്തിയാൽ ഞങ്ങൾക്കെതിരെ ഇവിടെ പ്രസംഗിച്ച് നടന്ന മൂന്നാളുകളുണ്ട്. ആ മൂന്നാളുകൾ പഴുത്ത ചക്കയുടെ ചുളയുടെ ഉള്ളിൽ നിന്ന് കുരു തെറിക്കുന്നത് പോലെ പ്ലും എന്ന് പറഞ്ഞ് പുറത്തേക്ക് തെറിക്കും എന്നാണ്. ഞങ്ങൾ കാത്തുനിന്ന്, ഞങ്ങൾ ഇപ്പൊ തെറിച്ചുപോയി സംഘടന എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പഴുത്ത ചക്കയിൽ നിന്ന് കുരു തെറിക്കുന്നത് പോലെയല്ല, എയർഗണ്ണിൽ നിന്ന് ഉണ്ട തെറിച്ചതുപോലെ സക്കരിയ സലാഹി തെറിച്ചുപോയി. പോയ അടയാളമില്ല, വീണ എന്നാ സാധാരണ പറയാറുണ്ടല്ലോ, അറ്റ കണ്ണിയും ഇല്ല, വീണ നിലവും ഇല്ല എന്ന് പറയാറുണ്ട് പണ്ടുള്ള ആളുകൾ. എവിടെ പോയി സക്കരിയ സലാഹി? എന്തിന്റെ പേരിലാണ്? ഹുസൈൻ സലഫി മുജാഹിദികളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഐക്യത്തിന് എന്ത് അർത്ഥമാണുള്ളത് എന്ന്. നിങ്ങളുടെ ഐക്യത്തിന് എന്ത് അർത്ഥമാണുള്ളത്?
മുജാഹിദുകൾ തിരിച്ചു ചോദിക്കുന്നു, എന്തിനാണ് സക്കരിയ സലാഹിയെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയത്? പറയണ്ടേ? ഈ ജനങ്ങളോട് പറയണ്ടേ? ഇത് നിങ്ങൾ അടുക്കളക്കാരിയൊന്നല്ല എന്നാണ് നമ്മളോട് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ നമ്മളുടെ പണ്ഡിതന്മാർ വേദി കെട്ടിയും അതേപോലെ തന്നെ ഇരുവിഭാഗം സംഘടനകളുടെയും പ്രവർത്തകന്മാരെ വിളിച്ചും ശാഖാതലത്തിലും മണ്ഡലം തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെയായി നമ്മളുടെ നിലപാടുകൾ നമ്മൾ വിശദീകരിച്ചു നമ്മളുടെ പ്രവർത്തകന്മാരോട്. എന്നിട്ട് നമ്മളോട് പറയാം, നിങ്ങൾ വിശദീകരിക്കണം, നിങ്ങൾ അടുക്കളക്കാരിയൊന്നല്ല ഇത്. നമ്മൾ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ സക്കരിയ സലാഹിയെ എന്തിനാ പുറത്താക്കിയത് എന്നൊന്ന് പറഞ്ഞു തരുമോ? അത് നിങ്ങളാരാ ചോദിക്കാന്നാണ്. നമ്മക്കത് ചോദിക്കാൻ പാടില്ല. കോഴിക്കോട് സ്പാൻ ഹോട്ടലിൽ യോഗം ചേർന്നു. എന്തിനാ യോഗം ചേർന്നത്? സലഫിയത്ത് ഉണ്ടാക്കാൻ. ഇവിടെ ഉള്ള സലഫിയത്തൊന്നും സലഫിയത്തല്ല. സലഫിയത്തിന്റെ പുതിയ രൂപരേഖ ഉണ്ടാക്കാൻ വേണ്ടി യോഗം ചേർന്നു. ആ യോഗത്തിലാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ 55,000 റുപ്യ കൊടുത്തിട്ട് പോത്തിറച്ചിയും വെള്ളാപ്പം ഉണ്ടാക്കി തിന്ന കഥ പിന്നീട് ഇവര് പറഞ്ഞു നടന്നത്. തിന്ന കഥ വരെ പാടി നടന്നു. എന്നിട്ട് ഈ യോഗത്തിൽ തീരുമാനിക്കാൻ നമുക്ക് സലഫിയത്ത് ഉണ്ടാക്കണം പ്രധാനമായി. അപ്പൊ എന്തിനാ ഇത് ഉണ്ടാക്കണേ എന്ന് ആളുകൾ ചോദിക്കുമ്പോ 2 ഉദാഹരണമാണ്. ഒന്ന് കരുവള്ളി, വേർന്ന് പറപ്പൂര്. രണ്ടാക്കും സലഫിയത്തില്ല. അതുകൊണ്ട് ഓലയൊക്കെ ശരിയാക്കാനുള്ള ഒരു സലഫിയത്ത് നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് കൂട്ടത്തിലൊരു സാധു പറഞ്ഞത്രേ, കരുവള്ളിക്ക് വേണ്ടി നമ്മളിപ്പോ ഉണ്ടാക്കണ്ട, കാരണം മൂപ്പർക്ക് പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ട് മൂപ്പർ അങ്ങനായിട്ട് പോയിക്കോട്ടെ. നല്ല നസീഹത്താണ്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ആദ്യം കരുവള്ളിനല്ല ശരിയാക്കേണ്ടത്, ഈ സലഫിയത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പറപ്പൂര് നമുക്ക് പിന്നെ പഠിപ്പിക്കാം, കരുവള്ളിയല്ല സുഖമില്ലാതെയൊക്കെ കിടക്കണത്, മൂപ്പർ ആദ്യം ശരിയാക്കാന്നല്ലേ. അതല്ല, എന്താ കാരണം വെച്ചാൽ പണ്ട് തൃശ്ശൂരിലെ ഒരു അച്ചായൻ, അയാൾക്ക് 3-4 ആനകളുണ്ട്. കേശവൻ, ഗോവിന്ദൻ, പാർവതി എന്നൊക്കെയാ പേര്. വേറൊരു അച്ചായൻ ചോദിച്ചത്ര മൂപ്പരോട്, അല്ല തോമാച്ചായ, എന്തിനാണ് നമ്മൾ ഈ ആനക്കൊക്കെ ഗോവിന്ദൻ, പാർവതി എന്നൊക്കെ പേരിടുന്നത്? നമുക്ക് ജോസഫ്, തോമസ്, മേരി എന്നൊക്കെ ഇട്ടൂടെ? നമ്മളെ സമുദായത്തിന്റെ പേരിട്ടൂടെ? അപ്പൊ രസികനായ ഈ അച്ചായൻ മറുപടി പറഞ്ഞത്രേ, അതെ വർഗീസേ, ഈ ആനകൾക്ക് പേരിടുമ്പോ മാമോദീസ മുക്കണ്ടേ? ആനകളെ മാമോദീസ മുക്കാൻ പറ്റിയ പാത്രം നമ്മൾ എടുത്തില്ല. അതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഒരു പാത്രം ഉണ്ടാകുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഗോവിന്ദനും കേശവനും കണ്ണനും പാറുന്നൊക്കെ വിളിക്കാം. ഇതേപോലെ കരുവള്ളിയെ മാമോദീസ മുക്കി സലഫിയാക്കാൻ പറ്റിയ പാത്രം ഇല്ല. അപ്പൊ തൽക്കാലം ആരെ ശരിയാക്കണം? പറപ്പൂരിനെ ശരിയാക്കണം. പറപ്പൂരിന്റെ സലഫിയത്ത് ശരിയായോ? ശരിയായെങ്കിൽ ഈ പറയുന്ന സ്പാൻ ഹോട്ടലിലെ യോഗത്തിന് ശേഷം പറപ്പൂരിന്റെ സലഫിയത്ത് ശരിയായെങ്കിൽ ഞങ്ങൾ എത്ര കാലമായി പറയുന്നു, പറപ്പൂരിനോട് കോഴിച്ചനയിൽ ഫൈസൽ മുസ്ലിയാർ എഴുതിയ വാദം അതാണ് ഇസ്ലാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനയിൽ ശിർക്കാകാത്തത് ശിർക്കുണ്ട്, വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഫൈസൽ മുസ്ലിയാർ എഴുതിയ വാദമാണ് ശരി എന്ന് ഒന്ന് പറപ്പൂരിനെ കൊണ്ട് പറയിക്കാൻ കഴിയും. എത്ര ഉദ്ഘാടനത്തിൽ മൂപ്പര് പങ്കെടുത്തു, എത്ര ആശംസയിൽ മൂപ്പര് പങ്കെടുത്തു, വലിയ വലിയ മഹാസമ്മേളനങ്ങളിൽ മൂപ്പര് പങ്കെടുത്തല്ലോ. എന്തേ പറയാത്തത്? സക്കരിയ സലാഹിക്ക് പോലും ആ വാദം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് കാറ്റും കാലായും ഒക്കെ അടങ്ങിയപ്പോ സക്കരിയ സലാഹി എന്താ പറഞ്ഞെന്നറിയോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യ അബോധിക ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥന ശിർക്കാണ് എന്ന് കേരള ജമിയത്തുൽ പറഞ്ഞതിൽ എന്താ തെറ്റ്? അതിൽ എനിക്കൊരു തെറ്റുമില്ല, അത് ശരി തന്നെയാണ്. കാരണം ഗായിബായ ജിന്നാണ്, എന്റെ തർക്കം ഹാദിറായ ജിന്നാണ്. അത് മൂപ്പരിങ്ങനെ പോയിട്ട് ദിൽബാൽ ഗൂസ് എന്നൊക്കെ ജിന്നുകളുടെ പേരൊക്കെ ഉണ്ടല്ലോ ചില കിതാബുകളിൽ, ആ പേരൊക്കെ വെച്ച് അറ്റൻഡൻസ് പ്രസന്റ് സർ എന്ന് പറയുന്ന ജിന്നിനോട് സഹായം തേടലേ മൂപ്പർക്ക് തർക്കമുള്ളൂ. ഗായിബായ അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം എന്ന് സക്കരിയ സലാഹി പറഞ്ഞപ്പോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചതാ ഫൈസൽ മുസ്ലിയാർ. ആ വാദത്തോട് പറപ്പൂരി യോജിക്കുന്നുണ്ടോ? ആ വാദത്തോട് PN അബ്ദുൽ ലത്തീഫ് മദനി യോജിക്കുന്നുണ്ടോ? ഇത് നിസ്സാരമായ ഒരു വിഷയമല്ല. കൈയളക്കല് പോലെ അല്ലെങ്കിൽ എഴുത്തുതാലിൽ കൈകെട്ടുന്നത് പോലെ നിസ്സാരമായ ഒരു വിഷയമല്ല, മറിച്ച് ഈ വിസ്ഡം ജിന്നുവാദികളുടെ അടിസ്ഥാനപരമായ വിഷയമാണ്. അതിനാ ജമിയത്തുൽ ഉലമയിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പോയത്. ആ വിഷയത്തിൽ എന്താ നിലപാട് പറപ്പൂരിന്റെ?
ആ വിഷയത്തിൽ എന്താ നിലപാട് ഹുസൈൻ സലഫിയുടെ? അങ്ങനെ ഒരു ചർച്ചയേ ഇല്ല. അങ്ങനെ ഒരു ചർച്ചയില്ലെങ്കിൽ പിന്നെ കോഴിച്ചന വാദപ്രതിവാദം നടക്കണം. അങ്ങനെ ഒരു ചർച്ചയില്ലെങ്കിൽ കോഴിച്ചനയിൽ എന്തിനു വാദപ്രതിവാദം നടന്നു? ആ വാദം എന്തിന് കോഴിച്ചനയിൽ എഴുതി? ആ വാദത്തെ പറ്റിയാണ് മുജാഹിദുകൾ ചോദിക്കുന്നത്. എന്താ അഭിപ്രായം? ഉസ്മാൻ മദനിന്റെ അഭിപ്രായം എന്താ? അബ്ദുള്ള സുലമിന്റെ അഭിപ്രായം എന്താ? കരുവള്ളിന്റെ അഭിപ്രായം എന്താ? ഒരഭിപ്രായവും ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരം ആളുകൾക്ക് പറയാൻ കഴിയില്ല. ഇതിനു വേണ്ടിയല്ലേ ഒന്നാമതായി മുജാഹിദുകളിൽ നിന്ന് തെറ്റിപ്പോയത്? ഈ ആളുകൾ ഭയപ്പെടുന്നു മുജാഹിദുകളുടെ ഐക്യം. നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രസ്ഥാനത്തിലുണ്ടായ ഭിന്നതകളുടെ പേരിൽ മനം മടുത്തു നിൽക്കുന്ന ആളുകൾ തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നടന്ന ഈ ഐക്യത്തോടുകൂടി, ഈ കൂട്ടായ്മയോടുകൂടി ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തീരുമെന്നും വിസ്ഡം ജിന്നുവാദം എന്നത് കേരളത്തിൽ ഒരു ദുരിതാശ്വാസ സംഘടനയായി മാത്രം അവശേഷിക്കുമെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ആളുകൾ ഇപ്പോ അതിശക്തമായ എതിർപ്പുകളുമായി രംഗത്ത് വരാൻ ശ്രമിക്കുന്നത്. രണ്ടാമതായി മുജാഹിദ് പ്രസ്ഥാനമായിട്ടുള്ള ഭിന്നിപ്പെന്താ? ഇവര് പറഞ്ഞു, കരുവള്ളി നിലമ്പൂരിൽ വെച്ച് ജമിയത്തുൽ ഉലമയുടെ വിശദീകരണ യോഗത്തിൽ പറഞ്ഞു, ഞങ്ങളെയൊക്കെ ചെറുപ്പകാലത്ത് മൊയ്ലിയാമാരെ കയ്യിലും തങ്ങന്മാരെ കയ്യിലൊക്കെ വടിയുണ്ടായിരുന്നു, ആ വടിയൊക്കെ നമ്മളെ കുട്ടികൾ ഇപ്പൊ എടുക്കാൻ നോക്കുകയാണ് എന്ന് കരുവള്ളി പറഞ്ഞ ആ വടി അത് ഈ ആളുകൾ തിരിച്ചെടുക്കാൻ ശ്രമിച്ചു. മുജാഹിദുകൾ എതിർത്തു, മുജാഹിദ് അനുകൂലിച്ചു, മുജാഹിദുകൾ എതിർത്തു. മുജാഹിദ് മഞ്ചേരിയിൽ വെച്ച് പറഞ്ഞു, ബാലുശ്ശേരി, നമ്മൾ പണ്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ പോണെന്ന് പറഞ്ഞപ്പോ സുന്നികളെ നമ്മളെ പരിഹസിച്ചിട്ടുണ്ട്, നമ്മളെ അപമാനിച്ചിട്ടുണ്ട്. ഇതാ മുജാഹിദുകളുടെ തഴമ്പ് നെറ്റിയുടെ സൈഡിലാണ്, കാരണം അപ്പുറത്ത് വരുന്ന പെണ്ണിനെ സുജൂദിൽ നോക്കിയിട്ട് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. നമ്മളുടെ പണ്ഡിതന്മാർ അതിനു മുന്നിൽ പതറിയിട്ടില്ല. അതുപോലെ നമ്മൾ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന് പറയുമ്പോൾ നമ്മളെ പരിഹസിക്കുന്നവരുണ്ട്, നമ്മൾ പതറാൻ പാടില്ല, എല്ലാ യൂണിറ്റിലും തുടങ്ങണം എന്നാണ്. എന്നിട്ട് എത്ര യൂണിറ്റ് തുടങ്ങി? അതിനല്ലേ ജമിയത്തുൽ ഉലമയിൽ നിന്ന് പോയത്? സുഹൈർ ചുങ്കത്തറയുടെ, അബ്ദുൽ സുലമി ആമയൂരിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ കത്ത് ജമിയത്തുൽ ഉലമക്ക്. എന്ത്? ഇതിനൊന്നും എതിർക്കാൻ പാടില്ല, അടിചികിത്സയൊക്കെ ഹദീസിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ജമിയത്തുൽ ഉലമ ഇതിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തു പോയവരോട് കേരളത്തിലെ മുജാഹിദുകൾ ചോദിക്കുന്നു, സാമ്പിളിനെങ്കിലും ഒരു സ്ഥലത്ത് തുടങ്ങിയോ? മുജാഹിദ് പള്ളി തുടങ്ങാൻ കഴിയൂല. ആയിക്കോട്ടെ, ജനാധിപത്യത്തെ കൊണ്ട് പറയാറുണ്ടല്ലോ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഉണ്ടാക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണം. അതുപോലെ ജിന്നുവാദികൾക്ക് വേണ്ടി ജിന്നുവാദികളാൽ ഉണ്ടാക്കപ്പെട്ട ജിന്നുവാദികളുടെ സ്ഥാപനമാണല്ലോ ജാമിയ ഹിന്ദ്. അതിന്റെ വലിയ മുദീറായ ഫൈസൽ മൊയ്ലിയാർ ആദ്യം പറഞ്ഞ വാക്ക്, അതും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നാണ്. റുഖിയ ശറയ്യയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇപ്പോൾ എന്താ അവസ്ഥ എന്നറിയോ? റുഖിയ ശറയ്യ, റുഖിയ ശറയ്യ, റുഖിയ ശറയ്യ എന്ന് പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പരപ്പനങ്ങാടി ആയതുകൊണ്ട് ഒരു തമാശ പറയണല്ലോ. ജമിയത്തുൽ ഉലമയുടെ പുസ്തകം തയ്യാറാക്കുകയാണ്. അതിന്റെ അവസാനത്തെ വായനക്ക് വേണ്ടി അഹമ്മദ് അലി മദനി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അഹമ്മദ് അലി മദനിയുണ്ട്, അതേപോലെ അബ്ദുറഹ്മാൻ സലഫിയുണ്ട്. ഞങ്ങളൊക്കെ മുഹീദ്ദീൻ മദനിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി. അപ്പൊ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഞങ്ങളിതിങ്ങനെ ഈ റുഖിയ ശറയ്യ, റുഖിയ ശറയ്യ എന്ന് പറയുമ്പോ മുഹീദ്ദീൻ മദനിയുടെ ഭാര്യ ഇങ്ങനെ 3-4 പ്രാവശ്യം വാതിലിന്റെ അടുത്ത് വന്നു, എന്താന്ന് ചോദിക്കും. അപ്പൊ ഇവര് അവരുടെ പേര് റുഖിയ എന്നാണല്ലോ, ഇവര് വിചാരിച്ചത് ഇവരെ വിളിക്കുകയാണെന്നാണ്. അപ്പൊ ഈ ജാതി ഏർപ്പാടും കൊണ്ട് വന്നിരുന്ന ആളുകൾ ഇപ്പൊ ഇവിടെ തുടങ്ങി എവിടെയെങ്കിലും ഇല്ല. തുടങ്ങിയില്ല എന്ന് മാത്രമല്ല, തുടങ്ങിയവരൊക്കെ നിർത്തി. സാജിദ് തിരുവരങ്ങാടി നടത്തിയിരുന്നു, ഇപ്പൊ ഉണ്ടോ? പോയി ചോദിച്ചു നോക്കണം, എന്താ നടത്താത്തത്? ഹാരിസ് ബിൻ സലീം നടത്തിയിരുന്നു, എന്താ നടത്താത്തത്? ജമാൽ ചെറുവാടി നടത്തിയിരുന്നു, എന്താ നടത്താത്തത്? ആരാ തടസ്സം? ജമിയത്തുൽ ഉലമ തടസ്സമല്ലല്ലോ, ലെറ്റർ പേഡും സീലുള്ള KNM തടസ്സമല്ലല്ലോ. എന്തുകൊണ്ട് നടത്തുന്നില്ല? ഞാൻ എപ്പോഴും ആവർത്തനമാണെങ്കിലും അത് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ആളുകൾ എത്തിപ്പെട്ട ദുരവസ്ഥയുടെ എന്റെ നേരനുഭവം. പെരിന്തൽമണ്ണയിൽ ഒരു വാദപ്രതിവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫി എന്നെ വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, എന്റെ കൈക്ക് ചെറിയൊരു അസുഖമുണ്ട്, ഒരു പഴുപ്പുണ്ട്, അത് പിറ്റേന്ന് കീറിയെടുക്കാൻ വേണ്ടി ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങിയതാണ്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ
കുറെ സംസാരിച്ചിട്ട് മൂപ്പര് പറഞ്ഞു, എന്നാ ഫോൺ ഞാൻ വേറൊരാളെടുത്ത് കൊടുക്കാം, അയാളോട് സംസാരിക്കുന്നു. ഇയാൾ ഫോൺ എടുത്ത് എന്നോട് ചോദിച്ചാൽ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, എന്റെ കൈക്ക് ഇങ്ങനെ ഒരു പഴുപ്പുണ്ട്, ഞാനൊരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങിയതാണ്, അതുകൊണ്ട് എനിക്ക് നാളെ വരാൻ പറ്റില്ല. അയാൾ പറഞ്ഞു, ഞാൻ മൗലാന ഹോസ്പിറ്റലിന്റെ MD റഷീദാണ് സംസാരിക്കുന്നത്, നിങ്ങൾ നാളെ വരണം, വന്നിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ താമസിക്കുക, പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ വെച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഞാൻ ചെയ്തു തരും, അത്ര അനിവാര്യമാണ്, നിങ്ങൾ വരണം. പൂന്താനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ. ഞാൻ പോയി, വ്യവസ്ഥയൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ താമസിക്കുന്നത് ഈ മൗലാന ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിലാണ്. അവിടുത്തെ വാർഡൻ ജമാൽ ചെറുവാടിയാണ്. സുബീസ്കാരത്തിന് അതിന്റെ താഴത്തെ റോഡ് സൈഡിലുള്ള പള്ളിയിലേക്ക് വന്നു. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ 2 ചെറുപ്പക്കാരന്റെ കൂടെ ഇവർ റൂമിലേക്ക് കയറി. എനിക്കൊരു ഫോൺ വന്നോണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ തിരിച്ചു ചെല്ലുമ്പോ കാണുന്നത് ഒരു ചെറുപ്പക്കാരൻ നമ്മൾ ബാർബർ ഷോപ്പിൽ താടിയൊക്കെ വടിക്കാൻ പുറകിലേക്ക് തല വെച്ചിരിക്കണമാതിരി ഇരിക്കുകയാണ്. ഇവന്റെ അടുത്തിരുന്ന് ജമാൽ എന്തൊക്കെയോ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. ജമാൽ ആരാന്ന് എനിക്ക് നന്നായി അറിയാം, നിങ്ങൾ പലർക്കും അറിയാവുന്നതുപോലെ. ഞാനിങ്ങനെ നോക്കി എന്താ ഇത് ഏർപ്പാട്. അങ്ങനെ ചെല്ലുന്നതിനിടയിൽ അലമാറയിൽ നിന്ന് ഒരു ബൗൾ എടുത്തു, അതിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ ബൗളിലേക്ക് കൈയിട്ടിട്ട് വെള്ളം എടുത്തിട്ട് ഈ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് അടിക്കുകയാണ് ഇവൻ. തല ഇങ്ങനെ വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക്. ചെറുപ്പക്കാരൻ തല കൊടുത്തു. എന്നോട് വന്നിട്ട് പറയാ, കണ്ട കായക്കൊടി, ജിന്നാണ് കിടക്കുന്നത്. ആയത്തുൽ കുർസി ഓതിയ വെള്ളം തട്ടിയപ്പോ ജിന്ന് കിടന്ന് പടക്കാണെന്ന്. ഞാൻ പറഞ്ഞു, പൊന്നാര ജമാലെ, ആരെ മൂക്കിലേക്ക് വെള്ളം അടിച്ചാലും തല കൊടിയും. ഒതുവെടുക്കുമ്പോ കുറച്ച് ശക്തിയിൽ മൂക്കിലേക്ക് വെള്ളം കയറ്റിയാൽ നമ്മളെ കണ്ണെന്നൊക്കെ വെള്ളം ഒഴുകും എന്ന് മാത്രല്ല, ഒരു കഥ ഞാൻ പറഞ്ഞു കേട്ടോ നിനക്ക്. ചില ആളുകൾ പറയും, അറക്കാൻ കൊണ്ടുവന്ന് കിട്ടിയ മൃഗത്തോട് സമ്മതം ചോദിക്കണം എന്നിട്ടേ അറക്കാൻ പാടുള്ളൂ. അതിന് വേണ്ടി ചെയ്യണ പണി എന്താന്ന് വെച്ചാൽ, ഈ പോത്തിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് പോത്തിന്റെ അടുത്ത് നിന്ന് ചോദിക്കും, നിന്നെ അർത്ഥോട്ടെ, സമ്മതാണോ? പോത്തിന് സമ്മതം. അപ്പൊ ഈ സമ്മതം കിട്ടാൻ വേണ്ടി ഇവര് ചെയ്യാന്ന് വെച്ചാൽ പാട്ടയിൽ വെള്ളം എടുത്തിട്ട് ഈ ചോദിക്കുന്ന സമയത്ത് തന്നെ പോത്തിന്റെ മുഖത്തേക്ക് അടിക്കും. അപ്പൊ പോത്ത് തലകൊടി. അപ്പോ അറക്കാൻ സമ്മതാണോ എന്ന് ചോദിച്ചു. സമ്മതാണോ എന്ന് പോത്ത് പറയുകയും ചെയ്തു. ഇതൊക്കെയാണ് ജമാലെ നാട്ടിൽ നടക്കണെന്ന്. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് നേരെ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറി, കൈയൊക്കെ കെട്ടി ബസ്സിൽ കയറിയിട്ട് ഞാൻ ആദ്യം സലഫിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു സംഭവം കണ്ടു, ഇത് എന്താണ് ഈ ആളുകളൊക്കെ ചെയ്യുന്നത്? നമ്മൾ ഇത് ഒന്ന് ആരുടെയെങ്കിലും ശ്രദ്ധയിൽ നിങ്ങൾ പെടുത്തണം. സലഫിനോട് പറഞ്ഞു, ജമാൽ ഹാരിസ് ബിൻ സലീമാണ് പെരിന്തൽമണ്ണയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അതുകൊണ്ട് നീ ഹാരിസിനെ വിളിച്ച് പറയണം. എനിക്ക് ഹാരിസുമായിട്ട് വലിയ വ്യക്തിബന്ധം അന്നുണ്ടായിരുന്നില്ല. ഞാൻ നേരെ CP സലീമിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സലീമെ, ഇങ്ങനൊരു സംഭവം കണ്ടു സലീമെ, ഇതൊന്ന് ഹാരിസിനോട് വിളിച്ചു പറയണം, ഇത് വലിയ അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഉടൻ CP സലീം എന്നോട് പറയാ, ഹനീഫ് ക, ജമാലിന്റെ ഉസ്താദാണ് ഹാരിസ് ബിൻ സലീം. നടത്തിയിരുന്നു മന്ത്രവാദ ചികിത്സ അല്ലേ? ഈ ഫൈസൽ മുസ്ലിയാർ ഒരു പരിപാടിക്കിടെ എന്നോട് കണ്ടപ്പോ പറഞ്ഞു, കായക്കൊടി നമുക്ക് അത്യാവശ്യമായി തിരൂർക്കാട് ഒരാളെ കാണാൻ പോകണം. ഞാൻ എന്താ പ്രശ്നം? ഭയങ്കര വിഷയമാണ് അവിടെ. അയാൾ ആകെ ചികിത്സയും ഈ ജാതി ഏർപ്പാടൊക്കെ കൊണ്ട് നടക്കുകയാണ്. ഞാൻ എന്തൊക്കെയാ, അതിൽ ഒരുപാട് അപകടമുണ്ട്. ഞാൻ എന്താ അപകടം? ഈ ചങ്ങായി ഒരു ദിവസം സുബഹി കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വരികയാണ്. പള്ളിയിൽ നിന്ന് വരുമ്പോ അവന്റെ വീട്ടിന്റെ വാതിലിൽ ഒരു കറുത്ത പൂച്ച. ഇവ കയറാൻ നോക്കിയപ്പോ പൂച്ച എന്തോ സ്വാഭാവികമാണല്ലോ, ചിലപ്പോ പൂച്ച ആന്ന് പറയും. അപ്പൊ ഇവ മനസ്സിലാക്കി ഇത് ഇവന് പള്ളിയിൽ പോകുന്ന ഇഷ്ടമില്ലാത്ത ജിന്നാണ്. എയർഗണ്ണെടുത്ത് വെടിവെച്ചു വന്നു. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു പാവം പൂച്ച പള്ളിയിൽ പോകുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഈ പൂച്ച പ്രതിഷേധിക്കുന്നത്, അത് ജിന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. ഈ ചങ്ങാതിയുടെ അരികിൽ നമുക്ക് പോയി അവനൊന്ന് തിരുത്തണം. അവിടെയുള്ള പ്രവർത്തകന്മാർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാന് നിങ്ങളും മനസ്സും കൂടിയുള്ള ദിവസം വരാമെന്നാണ് അവരോട് പറഞ്ഞത്. നമുക്ക് മൂന്നാക്കും കൂടി പോണം. ഈ ചികിത്സകന്മാരൊക്കെ ഇല്ലേ, ഇവരൊക്കെ ചികിത്സ നിർത്തി. എന്തിനാ ഇത് തുടങ്ങിയത്? ഓർമ്മയുണ്ടല്ലോ നമുക്ക് ചോദ്യം. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് മാനസിക രോഗം വന്നാൽ എവിടെ പോകും? നമ്പൂരിന്റെ അടുത്ത് പോകാൻ പറ്റുമോ? നായരുടെ അടുത്ത് പോകാൻ പറ്റുമോ? കണക്കന്റെ അടുത്ത് പോകാൻ പറ്റുമോ? തങ്ങളുടെ അടുത്ത് പോകാൻ പറ്റുമോ? മൊയ്ലിയാരുടെ അടുത്ത് പോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് നമ്മൾ ഇത് തുടങ്ങിയത് എന്ന് പ്രസംഗിച്ചിട്ടില്ലേ സക്കരിയ? എന്ന് പ്രസംഗിച്ചിട്ടില്ലേ സാജിദ്? എന്ന് പറഞ്ഞിട്ടില്ലേ ജമാൽ? ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ജിന്നുവാദിക്ക് വട്ടായാൽ എവിടെയാ പോവാ? പഴയ VRCയിലും കുഞ്ഞിക്കോയാമുവിന്റെ അടുത്തും വാസുദേവ നമ്പൂരിന്റെ അടുത്തൊക്കെ തന്നെയല്ലേ?
ജാമിയ ഹിന്ദുവിൽ ചികിത്സയുണ്ടോ? ഇല്ല. ഇപ്പൊ പോകുന്നത് എവിടെയാ? പണ്ട് കൊണ്ടു നടന്ന, പിന്നീട് തള്ളിപ്പറയേണ്ടി വന്ന പാണ്ടിക്കാട്ട മന്ത്രവാദിയുടെ അരികിൽ ഓത്തിനായിരം, ഓത്തും റിക്കറും കൂടിയാണെങ്കിൽ 2000, അതിന്റെ കൂടെ അടിയിട്ടെങ്കിലും 3000. ഈ ജാതിയൊക്കെ റേറ്റ് നിശ്ചയിച്ച പാണ്ടിക്കാട്ട മന്ത്രവാദിയുടെ അരികിലേക്ക് പോകേണ്ടി വന്നു. എന്റെ കാര്യം ഇതൊക്കെ നിർത്തി. ഇവരൊക്കെ ചികിത്സ നിർത്തി. ഇനി ചികിത്സ നടത്തിയാൽ അപ്പൊ വാട്സപ്പിൽ മെസ്സേജ് വരും, നിങ്ങളെ പുറത്താക്കിയെന്ന്. ലെറ്റർ പേഡും സീലൊന്നും ഇല്ല. പിന്നെയോ ഓരോരുത്തരും വാട്സപ്പിൽ മെസ്സേജ് അയക്കാണ്, നിങ്ങളെ സേവനം, ഇതുവരെ നൽകിയ സേവനത്തിന് നന്ദി, ഇനി മുതൽ താങ്കളുടെ സേവനം ഈ ദേവാ സമിതിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാൻ. ഈ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യോജിപ്പിനെ ഭയപ്പെടുന്നു. ഈ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകളെ ഭയപ്പെടുന്നു. ഈ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തെ ഭയപ്പെടുന്നു. കാരണം മുജാഹിദുകൾ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ കരുത്തോടുകൂടി ഇനിയും മുന്നോട്ട് ഇത്തരം വിശ്വാസ ജീർണതകൾക്കെതിരെയുള്ള ഒരു മഹാപ്രവാഹമായി ഈ പ്രസ്ഥാനം മാറും എന്നത് അത്തരം ആളുകളെ ഭയപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മൗനികളായി മാറി നിന്ന, പ്രയാസപ്പെട്ട് മാറി നിന്ന ആളുകൾ, നിങ്ങൾ പറയുന്നൊക്കെ സത്യമാണ്, എന്നാലും ഈ ഭിന്നിപ്പ് ഞങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മാറി നിന്ന ആയിരക്കണക്കിന് ആളുകൾ, അവര് മനസ്സിൽ ആദർശമുണ്ടായിരുന്നു, പക്ഷെ കർമ്മരംഗത്ത് അവരുണ്ടായിരുന്നില്ല. അവർ കൂടി കർമ്മരംഗത്തിറങ്ങുന്നതോടുകൂടി ഈ ജീർണതകൾ ഈ സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടും എന്നീ ആളുകൾ ഭയപ്പെടുക. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ അത് വലുതാക്കി ഈ ആളുകൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ കഴിയുമോ എന്നിത്തരം ആളുകൾ ശ്രമിക്കുന്നത്. വളരെ വിനയത്തോടുകൂടി എന്റെ മുജാഹിദ് പ്രവർത്തകന്മാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ പണ്ഡിത നേതൃത്വവും നമ്മുടെ സംഘടനാ നേതൃത്വവും കൂടിച്ചേർന്നെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ചർച്ചകളുടെ ഭാഗമായി നമ്മെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയകളിൽ അതേപോലെയുള്ള കാര്യങ്ങളിൽ ഒക്കെ ഈ ഐക്യത്തെ തകർക്കുവാനും ഈ ഐക്യത്തെ ചെറുതാക്കി കാണുവാനും മുജാഹിദുകളുടെ മനസ്സിൽ അസ്വസ്ഥത നിറക്കുവാനും വേണ്ടി മനഃപൂർവ്വമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെയൊക്കെ നമ്മൾ നോക്കിക്കാണുക. ആ ഭിന്നിപ്പ് ഇനിയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരവസരവും നമ്മൾ കൊടുക്കാതിരിക്കുക. നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഐക്യത്തോടെ സ്നേഹത്തോടെ നാം മുന്നോട്ട് പോവുക. തീർച്ചയായും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇതേപോലെയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ തുടങ്ങിവെച്ച ഈ മഹത്തായ ദൗത്യ നിർവഹണമുണ്ട്. ആ ദൗത്യ നിർവഹണത്തിൽ തളരാതെ പതറാതെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നാം മുന്നേറുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.